അദ്ദേഹം ആ പ്രാദേശിക സഭയുടെ ശുശ്രൂഷകനാണ്, അഥവാ അതിന്റെ ശിരസാണ് എന്ന നിലയിൽ നിന്നാണ് ഒരു മേൽപ്പട്ടക്കാരൻ സിനഡിലേക്ക് പോകുന്നത്, സിനഡിൽ പങ്കെടുക്കാൻ പോകുന്നത്. സിനഡിന്റെ യഥാർത്ഥ തലവൻ ഈശോമിശിഹായാണ്. അതേസമയം സിനഡിൽ പങ്കെടുക്കുന്നത് ഈ മേൽപ്പട്ടക്കാരനാണെങ്കിലും അദ്ദേഹം സിനഡിലേക്ക് പ്രവേശിക്കുന്നത് പ്രാദേശിക സഭയുടെ വിശ്വാസത്തെ അടയാളപ്പെടുത്താനാണ്. അദ്ദേഹം ശുശ്രൂഷ ചെയ്യുന്ന ആ പ്രാദേശിക സഭയുടെ വിശ്വാസത്തിന്റെ ദൂതനായിട്ടാണ് അദ്ദേഹം സിനഡിൽ എൻ്റർ ചെയ്യുന്നത്, സിനഡിൽ പോകുന്നത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ പറയാനല്ല പോകുന്നത്, അദ്ദേഹത്തിന്റെ വിശ്വാസമല്ല, മറിച്ച് അദ്ദേഹം പ്രാദേശിക സഭയുടെ വിശ്വാസത്തിന്റെ മെസ്സഞ്ചറാണ്, റിപ്പോർട്ടറാണ് അദ്ദേഹം. ആ പ്രാദേശിക സഭ എന്ത് വിശ്വസിക്കുന്നു എന്ന് സിനഡിൽ പറയാൻ സഭ നിശ്ചയിച്ചിരിക്കുന്ന, നിജപ്പെടുത്തിയിരിക്കുന്നയാളാണ് മേൽപ്പട്ടക്കാരൻ. ഇതായിരുന്നു ആദിമ സഭയിലെ ചിന്ത. അപ്പോ ഫ്രാൻസിസ് മാർപ്പാപ്പ സഭ എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂട്ടീവ്ലി, അതായത് അടിസ്ഥാനപരമായി സഭ സിനഡലാണ് എന്ന് പറയുമ്പോൾ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് അതിന്റെ ദൈവശാസ്ത്രപരമായ അർത്ഥത്തിലും കൂടെയാണ്. അതായത് ആദിമ സഭ എങ്ങനെയാണോ സിനഡുകളെ കണ്ടിരുന്നത് ആ അർത്ഥത്തിലാണ്. അതായത് ത്രിത്വം, പരിശുദ്ധ ത്രിത്വം എങ്ങനെയാണോ സിനഡലായിരിക്കുന്നത് അതുപോലെ തന്നെയാണ്. അതുകൊണ്ടാണ് സഭയും സിനഡലാകാൻ വിളിക്കപ്പെട്ടിരിക്കുന്നത്. ഈ അർത്ഥത്തിലാണ് കോൺസ്റ്റിറ്റ്യൂട്ടീവ്ലി സിനഡൽ എന്ന വാക്ക് അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്നത്. രണ്ടാമതായിട്ട് അദ്ദേഹം പറയുന്നത് സഭയുടെ മഹത്തരമായ സിനഡ് സംവിധാനങ്ങൾ കൊണ്ട്, അഥവാ സിനഡിന്റെ ജീവിതങ്ങൾ കൊണ്ട് നിറഞ്ഞ സഭയുടെ ഏറ്റവും സമ്പന്നമായ ഭൂതകാലമാണ്. സഭയുടെ ഭൂതകാലം, പ്രത്യേകിച്ച് 10-ാം നൂറ്റാണ്ട് വരെയുള്ള സഭയുടെ ഭൂതകാലം എന്ന് പറയുന്നത് സിനഡുകൾ കൊണ്ട് സമ്പന്നമാണ്. 2-ാം സഹസ്രാബ്ദത്തിലാണ് സിനഡുകൾ കുറയുന്നത്. ഞാൻ ഇനി തൊട്ട് അങ്ങോട്ട് എനിക്ക് തോന്നുന്നു ഈ 1-ാം സഹസ്രാബ്ദം, 2-ാം സഹസ്രാബ്ദം എന്ന വാക്ക് ഇടയ്ക്കിടയ്ക്ക് ആവർത്തിക്കുവേ, നിങ്ങളത് ക്ഷമിക്കണം. ഈ 1-ാം സഹസ്രാബ്ദം എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ 1-ാം നൂറ്റാണ്ട് മുതൽ 10-ാം നൂറ്റാണ്ട് വരെ ഉള്ളതാണ് 1-ാം സഹസ്രാബ്ദം. സഹസ്രം എന്ന് പറഞ്ഞാൽ 1000, നമുക്കറിയാമല്ലോ. 2-ാം സഹസ്രാബ്ദം എന്ന് പറഞ്ഞാൽ 11 തൊട്ട് 20-ാം നൂറ്റാണ്ട് വരെയുള്ള ഇതിനെയാണ് നമ്മൾ 2-ാം സഹസ്രാബ്ദം എന്നുകൊണ്ട് ഉദ്ദേശിക്കുക. 1, 2. അപ്പൊ ഈ ഒരു 2 വാക്കുകൾ മാറി മാറി വരുമ്പോൾ ഉദ്ദേശിക്കുന്ന അർത്ഥ തലങ്ങൾ നിങ്ങൾ ഓർത്തിരിക്കുമല്ലോ. മാർപ്പാപ്പ സഭ സിനഡലാകണമെന്ന് പറയാനുള്ള ഒരു കാരണം 1-ാം സഹസ്രാബ്ദത്തിലെ ഏറ്റവും സമ്പന്നമായ ആഘോഷമായ സിനഡൽ ചരിത്രമാണ്. എന്ന് പറഞ്ഞാൽ ആദിമ സഭയിൽ, പ്രത്യേകിച്ച് 8-ാം നൂറ്റാണ്ട് 10-ാം നൂറ്റാണ്ട് വരെ സിനഡുകളിലാണ് സഭയുടെ വിശ്വാസത്തെ അടയാളപ്പെടുത്തിയത്. വിശ്വാസം രൂപീകരിക്കപ്പെട്ടത് സിനഡുകളിലാണ്. വിശ്വാസ പ്രബോധനം, ഡോഗ്മകൾ, ഡോക്ട്രിൻസ്, പ്രബോധനങ്ങൾ രൂപപ്പെടുത്തിയത് സിനഡുകളിലാണ്. കാനൻ ലോ രൂപപ്പെടുത്തിയത് സിനഡുകളിലാണ്. കാനൻ ലോ ഉണ്ടായത് ഒരു മെത്രാനായിരിക്കാം, പക്ഷേ അദ്ദേഹം അത് സിനഡുകളിലാണ് അത് രൂപപ്പെടുത്തിയത്. അതുകൊണ്ട് കാനൻ ലോയുടെ ജന്മസ്ഥലം ഏതാണെന്ന് ചോദിച്ചാൽ 1-ാം സഹസ്രാബ്ദത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പറഞ്ഞാൽ അത് സിനഡുകളാണ്. അതേസമയം ഇതിനകത്തൊരു വ്യത്യാസമുള്ളത്, 2-ാം സഹസ്രാബ്ദത്തിൽ ഒരു ഷിഫ്റ്റ് സംഭവിക്കുന്നുണ്ട്, ഒരു ചേഞ്ചസ് സംഭവിക്കുന്നുണ്ട്. 2-ാം സഹസ്രാബ്ദത്തിൽ കത്തോലിക്ക സഭയെ സംബന്ധിച്ച് കാനൻ ലോയുടെ ജന്മസ്ഥലം മാർപ്പാപ്പയും മാർപ്പാപ്പയോട് ചേർന്ന് നിൽക്കുന്ന കൂരിയ സംവിധാനങ്ങളുമായി മാറി. പ്രാദേശിക സിനഡുകൾ കാനൻ ലോ രൂപപ്പെടുത്തിയ 1-ാം സഹസ്രാബ്ദത്തിന്റെ ചരിത്ര പശ്ചാത്തലത്തിൽ നിന്ന് കേവലം 5-ഓ 10-ഓ പേര് മാത്രം കൂടിയിരുന്ന് കാനൻ ലോ രൂപീകരിക്കുന്ന സംവിധാനം, ഒരവസ്ഥ കത്തോലിക്ക സഭയിൽ സംജാതമായി എന്നതൊരു ചരിത്ര സത്യമാണ്. പിന്നെ മാർപ്പാപ്പ പറയുന്നത് ഓർത്തഡോക്സ് സഭകളെ നോക്കൂ എന്നാണ്. ഓർത്തഡോക്സ് സഭകളിൽ നിന്ന് നമ്മൾ സിനഡൽ സംവിധാനങ്ങളെ കുറിച്ച് പഠിക്കാനുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഓർത്തഡോക്സ് സഭകളെ നോക്കി പഠിക്കുക എന്നതുകൊണ്ട് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്, നിങ്ങൾക്കറിയാം, നിങ്ങൾ പലരും, ഭൂരിപക്ഷം പേരും തിയോളജി പഠിക്കുന്നവരാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ സഭാ ചരിത്രം എന്ന് പറയുന്നത് നിങ്ങളിൽ പലരും പഠിക്കുന്നവരാണ്. 1056 ഓർത്തഡോക്സ് സഭകളുമായി, പൗരസ്ത്യ സഭകളുമായി റോമിലെ സഭ അഥവാ റോമാ സഭ അഥവാ കത്തോലിക്ക സഭ വേർപിരിയുകയുണ്ടായി. അങ്ങനെ ഒരു വേർപിരിയൽ നടന്നപ്പോൾ
അതിനുശേഷം എന്ത് സംഭവിച്ചു എന്നുള്ളതൊരു പ്രസക്തമായ ചോദ്യമാണ്. ചരിത്രപരമായ ഒരു അന്വേഷണം കൂടെയാണത്. അതിനുശേഷം എങ്ങനെയായിരുന്നു കാര്യങ്ങൾ? അതിനുശേഷം നമുക്ക് വളരെ ചുരുക്കി പറഞ്ഞാല് നാലാം നൂറ്റാണ്ടിലാണ്, AD 325 ആദ്യത്തെ എക്യുമെനിക്കൽ സൂനഹദോസ് നടക്കുന്നത്. ഏറ്റവും അവസാനത്തെ സൂനഹദോസ് നടക്കുന്നത് 9-ാം നൂറ്റാണ്ടിലാണ്. 7 സൂനഹദോസുകളാണ്, എക്യുമെനിക്കൽ സൂനഹദോസുകളാണ് ഒന്നാം സഹസ്രാബ്ദത്തിൽ നടന്നത്. ഈ 7 എക്യുമെനിക്കൽ സൂനഹദോസുകളെയും പൗരസ്ത്യ സഭകളും പാശ്ചാത്യ സഭയും, അതായത് വേർപിരിഞ്ഞു പോയ നമ്മുടെ കൂട്ടത്തിൽ നിന്ന്, കൂട്ടായ്മയിൽ നിന്ന് വേർപിരിഞ്ഞു പോയ ഓർത്തഡോക്സ് സഭയും പൗരസ്ത്യ സഭകളും അംഗീകരിക്കുന്നുണ്ട്. നമ്മുടെ വിശ്വാസ പ്രമാണം തന്നെയാണ് അവരും ചൊല്ലുന്നത്. കാരണം ആ വിശ്വാസ പ്രമാണം ഉണ്ടായിരിക്കുന്നത് AD 325 നിക്ക സൂനഹദോസിൽ നിന്നാണ്. ഇപ്പൊ 1056 ഉണ്ടായ വേറൊരു ഒരു കൂട്ടായ്മ തകർന്നതോടുകൂടെ ആ ഒരു വലിയ ബ്രേക്കപ്പ് എന്ന് പറയാവുന്ന ഇത് തമ്മിലുള്ള വലിയൊരു വിഭജനം നടന്നതോടുകൂടെ പാശ്ചാത്യ സഭകള് അഥവാ ലത്തീൻ സഭ അഥവാ റോമ സഭ അഥവാ കത്തോലിക്ക സഭ, എല്ലാം പല വാക്കുകളാണെങ്കിലും സൂചിപ്പിക്കുന്നത് ഒരേ യാഥാർത്ഥ്യത്തെയാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. റോമ സഭ, കത്തോലിക്ക സഭ മാർപ്പാപ്പ എന്നുള്ള ഒറ്റ വ്യക്തിയെ കേന്ദ്രീകരിച്ചുള്ള ഒരു അധികാര സംവിധാനത്തിലേക്ക് പതുക്കെ മാറി. മാർപ്പാപ്പ എന്ന ഏക വ്യക്തിയെ കേന്ദ്രീകരിച്ചുള്ള സഭാ ഭരണ സംവിധാനങ്ങള്, ഘടനകള് രൂപപ്പെട്ടു കത്തോലിക്ക സഭയിൽ. അതേസമയം ഓർത്തഡോക്സ് സഭകൾ 1056 കത്തോലിക്ക സഭയുടെ കൂട്ടായ്മയിൽ നിന്ന് വേർപെട്ട് പോയെങ്കിലും അവര് ഒരു ഒറ്റ വ്യക്തിയിൽ കേന്ദ്രീകൃതമായ സഭാ സംവിധാന ഭരണ രീതികളല്ല അവലംബിച്ചത്. മറിച്ച് അവര് ചെയ്തത് 325 മുതൽ അഥവാ 325 മുമ്പ് മുതലേ രൂപപ്പെട്ട സിനഡുകളിലൂടെ രൂപപ്പെട്ട കാനോനിക സംവിധാനങ്ങളെ അവര് അഭംഗുരം തുടർന്നു വന്നു. അതിനകത്ത് അവർ വീഴ്ച വരുത്തിയില്ല. ആദിമസഭയുടെ സിനഡൽ നിയമങ്ങൾ എന്തായിരുന്നോ അത് അതേപടി തുടർന്നു വന്നു എന്നുള്ളതാണ് ഈ ഓർത്തഡോക്സ് പൗരസ്ത്യ സഭകൾ ചെയ്ത ഒരു കാര്യം. പക്ഷെ നമ്മൾ എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ആരൊക്കെ ഉണ്ടെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് പക്ഷെ ഒറ്റവാക്കി പറയാവുന്നത് കത്തോലിക്ക സഭയ്ക്ക് സംഭവിച്ച ഒരു ചരിത്രപരമായ പശ്ചാത്തലങ്ങളിൽ സംഭവിച്ച ഒരു കാര്യമാണത്. അല്ലാതെ വളരെ കാൽക്കുലേറ്റഡ് ഇന്റൻഷനലി ആയിട്ട് അങ്ങനെ ചെയ്തതല്ല, മനഃപൂർവ്വം കരുതി കൂട്ടി ചെയ്തതല്ല. അത് യൂറോപ്പിന്റെ ചരിത്ര പശ്ചാത്തലത്തിൽ അതങ്ങനെ സംഭവിച്ചു എന്നുള്ളതാണ്. അപ്പോ മാർപ്പാപ്പ എന്ന ഒറ്റ മൊണാർക്കിക്കൽ ആയിട്ടുള്ള ഒരു സംവിധാനത്തിലേക്ക് സഭ പതുക്കെ മാറി, അഥവാ പിരമിഡൽ സംവിധാനത്തിലേക്ക് മാറി. എന്ന് പറഞ്ഞാൽ ഏറ്റവും മുകളിൽ മാർപ്പാപ്പ, അതിന് താഴെ മെത്രാന്മാര്, അച്ഛന്മാര്, ഏറ്റവും അടിത്തട്ടിൽ ലെയ്റ്റി, ദൈവജനം, അൽമായർ എന്ന ഒരു ഒരു വിഭജനം, ഒരു വേർതിരിവ് അഥവാ ഒരു സംവിധാനം, ഈ ഒരു ധാരണ വളരെ ശക്തമായി തീർന്നു. പക്ഷെ പൗരസ്ത്യ സഭകളിൽ അത് സംഭവിച്ചില്ല. അപ്പൊ ഫ്രാൻസിസ് മാർപ്പാപ്പ വന്നതോടുകൂടെയാണ് ഈ സിനഡൽ സഭയെക്കുറിച്ചുള്ള ചർച്ചകൾ വളരെ സജീവമായത്. അപ്പൊ മാർപ്പാപ്പ പറയുന്ന 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ: ഒന്ന്, സഭ എന്ന് പറയുന്നത് അടിസ്ഥാനപരമായി സിനഡലാണ്. അതിന്റെ കാരണം പരിശുദ്ധ ത്രിത്വമാണ് അതിന്റെ മാതൃക. രണ്ടാമത്തേത്, മാർപ്പാപ്പ പറയുന്നത് നമ്മൾ സഭയുടെ സിനഡുകൾ കൊണ്ട് സമ്പന്നമായ സഭയുടെ ഭൂതകാലത്തിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കണം എന്നാണ് പറയുന്നത്. അതിന്റെ കാരണം നമ്മൾ പറഞ്ഞല്ലോ. മൂന്നാമത്തേത്, ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുന്നത് സഭയുടെ സിനഡുകൾ സംവിധാനങ്ങളിലേക്ക് നമ്മൾ മാറണം. കാരണം നമ്മളത് പൗരസ്ത്യ സഭകളിൽ നിന്ന് നോക്കി പഠിക്കാനുണ്ട്. പ്രത്യേകിച്ച് ഓർത്തഡോക്സ് സഭകളിൽ നിന്ന് സിനഡൽ സംവിധാനങ്ങളെ പറ്റി നമ്മൾ പഠിക്കണം. കാരണം അവർ ഇപ്പോഴും സിനഡൽ സംവിധാനങ്ങൾ വളരെ സജീവമായി മുന്നോട്ട് ജീവിക്കുന്നവരും നിലനിർത്തുന്നവരുമാണ്. അപ്പൊ ഈ ഒരു ചരിത്രപരമായ അഥവാ ഫ്രാൻസിസ് മാർപ്പാപ്പയുമായിട്ടുള്ള ഒരു ബന്ധം ഈ സിനഡാലിറ്റി അഥവാ സിനഡൽ സഭ എന്ന് പറയുന്ന ഈ ഒരു ചർച്ചയ്ക്കുണ്ട്. പക്ഷേ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, സിനഡൽ സഭ എന്ന് പറയുന്നത് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ കണ്ടുപിടുത്തമല്ല. അത് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഏകപക്ഷീയമായ സംഭാവനയല്ല. മറിച്ച് അത് രണ്ടാം വത്തിക്കാൻ കൗൺസിലിന്റെ യഥാർത്ഥ ചൈതന്യത്തിലേക്കുള്ള തിരിച്ചുപോക്കാണ്.
രണ്ടാം വത്തിക്കാൻ കൗൺസിൽ യഥാർത്ഥത്തിൽ മുന്നോട്ട് വെച്ചത് ഒരു സിനഡൽ സഭയെയാണ്. അങ്ങനെ സിനഡൽ സഭയെ മുന്നോട്ട് വയ്ക്കാൻ രണ്ടാം വത്തിക്കാൻ കൗൺസിലിന് കാരണമായി തീർന്ന ചില ദൈവശാസ്ത്രപരമായ അടിസ്ഥാനങ്ങൾ ഉണ്ട്. ആ ദൈവശാസ്ത്രപരമായ അഥവാ രണ്ടാം വത്തിക്കാൻ കൗൺസിലിന്റെ ദൈവശാസ്ത്രപരമായ ചിന്താപരിസരങ്ങള്, ദൈവശാസ്ത്രപരമായ സമീപനങ്ങള്, രണ്ടാം വത്തിക്കാൻ കൗൺസിലിന്റെ ഒരു ദിശ മനസ്സിലാക്കാതെ നമുക്ക് ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുന്ന ഈ സിനഡൽ സഭ പെട്ടെന്ന് മനസ്സിലാകണമെന്നില്ല. ഇനി എന്താണ് രണ്ടാം വത്തിക്കാൻ കൗൺസിൽ മുന്നോട്ട് വെച്ച ദൈവശാസ്ത്രപരമായ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ നമുക്ക് എല്ലാം ഒന്നും പറയാൻ പറ്റില്ല. എന്നാലും നമുക്ക് പെട്ടെന്ന് പറഞ്ഞു പോകാവുന്ന ഒരു കാര്യം ഇതാണ്. രണ്ടാം വത്തിക്കാൻ കൗൺസിൽ ത്രിത്വൈക ദൈവത്തെ പറ്റിയുള്ള, പരിശുദ്ധ ത്രിത്വത്തെ പറ്റിയുള്ള ദൈവശാസ്ത്രപരമായ കാര്യങ്ങൾ അഥവാ പരിശുദ്ധ ത്രിത്വത്തെ പറ്റിയുള്ള പ്രബോധനങ്ങളിലേക്ക് ശരിക്കും രണ്ടാം വത്തിക്കാൻ കൗൺസിൽ തിരിച്ചു പോവുകയുണ്ടായി. എന്ന് പറഞ്ഞാൽ പരിശുദ്ധ ത്രിത്വം എന്നാൽ 3 പേരുണ്ടെന്നും ആ 3 പേരും ഒരുപോലെ പരിശുദ്ധ സഭയിൽ സജീവമാണെന്നും കൗൺസിൽ പഠിപ്പിച്ചു. ഇത് പറയാനൊരു കാരണം ഉണ്ടെന്ന് നിങ്ങൾ ഓർത്തിരിക്കണം. രണ്ടാം വത്തിക്കാൻ കൗൺസിൽ വരെ കത്തോലിക്ക സഭ അഥവാ പൗരസ്ത്യ സഭകളും കത്തോലിക്ക റോമിലെ മാർപ്പാപ്പയോട് കൂട്ടായ്മ പ്രഖ്യാപിക്കുന്ന പൗരസ്ത്യ സഭകളും ലത്തീൻ സഭകളും ഉൾപ്പെടുന്ന ആഗോള കത്തോലിക്ക സഭ എന്ന് പറയുന്നത് ഈ പരിശുദ്ധ ത്രിത്വത്തിന് വലിയ പ്രാധാന്യം ഈ രണ്ടാം സഹസ്രാബ്ദത്തിൽ കുറഞ്ഞു പോയായിരുന്നു. രണ്ടാം സഹസ്രാബ്ദത്തിൽ ത്രിത്വൈക ദൈവത്തെ പറ്റിയുള്ള ചില ചിന്തകൾ അപ്രത്യക്ഷമായി. പ്രത്യേകിച്ച് പരിശുദ്ധാരൂപിയെ കുറിച്ചുള്ള പ്രബോധനങ്ങളും പരിശുദ്ധാരൂപിയെ കുറിച്ചുള്ള ചിന്തകളും സഭയെ നയിക്കുന്നത് പരിശുദ്ധാരൂപിയാണ് യഥാർത്ഥത്തിൽ എന്ന ചിന്തയൊക്കെ ഈ രണ്ടാം സഹസ്രാബ്ദത്തിൽ ശരിക്കും കത്തോലിക്ക സഭയിൽ അപ്രത്യക്ഷമായി എന്ന് നിങ്ങൾ ഓർത്തിരിക്കണം. പകരം ഒരു ട്രിനിറ്റേറിയൻ, ഒരു ത്രിത്വൈക ദൈവശാസ്ത്രപരമായ സമീപനങ്ങൾക്ക് പകരം അത് ഈശോയിൽ മാത്രം കേന്ദ്രീകരിക്കപ്പെട്ടു. അതിനെയാണ് ക്രിസ്റ്റോ മൊണിസ്റ്റിക് എന്ന് പറയുന്നത്. അതായത് ക്രിസ്തു മാത്രം, ഒറ്റയാള്. ഈ ഒറ്റയാൾ എന്ന് പറയുമ്പോൾ അതിനൊരു കോൺസിക്വൻസ് ഉണ്ട്, അതിനൊരു ഒരു ഇമ്പാക്റ്റ് ഉണ്ട്, ഈ ഇഫക്റ്റ് ഉണ്ട്. അതിന്റെ പ്രതിഫലനം എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ ഈ ഒറ്റയാൾ എന്ന് പറയുന്നതിനകത്ത് സഭയിലും ഒറ്റയാൾ എന്ന ഒരു ചിന്ത രൂപപ്പെട്ടു. അതായത് മാർപ്പാപ്പ, അതാണ് ഒറ്റയാൾ. ഈശോ ഒറ്റയാൾ, പകരം മാർപ്പാപ്പ. അങ്ങനെ ഒരു ഒറ്റയാൾ പരിപാടിയായിട്ട് ഇതങ്ങ് മാറി. അതേസമയം രണ്ടാം വത്തിക്കാൻ കൗൺസിൽ ത്രിത്വൈക ദൈവശാസ്ത്രത്തിലേക്ക് തിരിച്ചു പോയപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പൗരസ്ത്യ സഭകളുടെ യഥാർത്ഥ ദൈവശാസ്ത്രപരമായ കാഴ്ചപ്പാടുകൾ വീണ്ടെടുത്തപ്പോൾ സംഭവിച്ചത് ഈ ത്രിത്വൈക ദൈവശാസ്ത്രപരമായ കാഴ്ചപ്പാടുകൾ വീണ്ടും ഉയർന്നു വന്നു. അങ്ങനെ ഉയർന്നു വന്നപ്പോൾ എല്ലാവർക്കും അവരവരുടേതായ ഇൻഡിവിജ്വാലിറ്റി ഉണ്ട്, സബ്ജക്റ്റീവ്, നമുക്ക് നമ്മുടേതായ പ്രത്യേകതകൾ ഉള്ള നമ്മുടെ ഒരു സ്പേസ് ഉണ്ട് എന്നുള്ളത് വീണ്ടും അർത്ഥം ചെയ്യപ്പെട്ടു. അങ്ങനെയാണ് ഈ ത്രിത്വൈക ദൈവത്തെ പറ്റിയുള്ള രണ്ടാം വത്തിക്കാൻ കൗൺസിലിന്റെ ചിന്തകൾ സിനഡൽ സഭയിലേക്ക് ഒരു ചാർജിങ് വരാൻ കാരണം. രണ്ടാമത്തേത് ദൈവജനം എന്നുള്ള ചിന്ത രണ്ടാം വത്തിക്കാൻ കൗൺസിൽ മുന്നോട്ട് വെച്ചു. നിങ്ങൾ അതൊക്കെ പഠിച്ചിട്ടുണ്ടാവുമല്ലോ. രണ്ടാം വത്തിക്കാൻ കൗൺസിലിനെ പറ്റി നിങ്ങൾ നന്നായിട്ട് പഠിച്ചവരായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇല്ല എങ്കിൽ നിങ്ങൾക്ക് രണ്ടാം വത്തിക്കാൻ കൗൺസിൽ എന്താണെന്നോ അതിന്റെ ചിന്തകൾ മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ യൂട്യൂബ് ചാനലിൽ ഞാൻ കഴിഞ്ഞ മാസം ഒരു ഓഡിയോ ബുക്കുകളായിട്ട് ഒരു 3 മണിക്കൂർ ബുക്ക് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കത് കയറി കേൾക്കാവുന്നതാണ്. എന്താണ് സിനഡൽ സഭ, എന്താണ് രണ്ടാം വത്തിക്കാൻ കൗൺസിലിന്റെ ദൈവശാസ്ത്ര പരിസരങ്ങൾ, ചിന്താ പരിസരങ്ങൾ എന്നൊക്കെ നിങ്ങൾക്ക് അവിടെ കേൾക്കാവുന്നതാണ്. ഇപ്പം നിങ്ങൾക്ക് ജോലി ചെയ്യുമ്പോഴോ വേറെ എന്തെങ്കിലും ചെയ്യുമ്പോഴോ ഡ്രൈവ് ചെയ്യുമ്പോഴോ ഒക്കെ ഒരു ഓഡിയോ ബുക്കാണത്. ചുമ്മാ ഒരു ഓഡിയോ അതോ യൂട്യൂബിൽ ഓണാക്കി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കേൾക്കാവുന്നതാണ്. ഓക്കെ, അപ്പൊ ഈ ദൈവജനം എന്നാൽ എന്താണ് എന്ന് രണ്ടാം വത്തിക്കാൻ കൗൺസില് പറഞ്ഞു. സഭ എന്ന് പറഞ്ഞാൽ ആരാണ്? സഭ എന്ന് പറഞ്ഞാൽ രണ്ടാം വത്തിക്കാൻ കൗൺസിലിന് മുമ്പുള്ള ചിന്ത, സഭ എന്ന് പറഞ്ഞാൽ ഒരു പെർഫെക്റ്റ് സൊസൈറ്റിയാണ്. എന്ന് പറഞ്ഞാൽ വളരെ കൃത്യമായ ദൃശ്യമായ ചില സംവിധാനങ്ങളോടുകൂടെയുള്ള ഒരു അധികാര സംവിധാനമാണ് സഭ എന്ന ഒരു ചിന്ത രൂപപ്പെട്ടായിരുന്നു. അതിനെ തിരുത്തിക്കൊണ്ട് രണ്ടാം വത്തിക്കാൻ കൗൺസിലിലെ പിതാക്കന്മാർ പറഞ്ഞു, നോ, സഭ എന്ന് പറഞ്ഞാൽ ദൈവജനമാണ്. ദൈവജനത്തിൽ ആരൊക്കെയുണ്ട്? ദൈവജനത്തിൽ എല്ലാവരും ഉണ്ട്. അതിനകത്ത് മാർപ്പാപ്പയുണ്ട്, മെത്രാനുണ്ട്, അച്ഛന്മാരുണ്ട്, അൽമാരുണ്ട്, എല്ലാവരും ഉണ്ട്. അവിടെയാണ് ദൈവജനം ഉള്ളത്. അതാണ് സഭ എന്ന് പറഞ്ഞാൽ ദൈവജനമാണ്. നമ്മൾ ചരിത്രത്തിൽ യാത്ര ചെയ്യുന്ന പഴയ നിയമത്തിലെ ദൈവജനത്തെ പോലെ പുതിയ നിയമ ജനത നിത്യതയെ
യുഗാന്ത്യത്തെ ലക്ഷ്യമാക്കി നോക്കിപ്പാർത്ത് നടക്കുന്ന ദൈവജനമാണ് സഭ. ഇത് ദൈവത്തിന്റെ ജനമാണ്. അത് ഒരു പൊസസീവ് ആണ്, അതിനകത്തൊരു പൊസഷൻ പ്രശ്നമാണ്. പീപ്പിൾ ഓഫ് ഗോഡ്. അപ്പൊ അവിടെ ഇത് ദൈവത്തിൻ്റെതാണ്, വേറെ ആരുടെ അല്ല, ദൈവത്തിന്റെ ജനമാണ് എന്നുള്ള ഒരു വലിയ ചിന്ത രണ്ടാം വത്തിക്കാൻ കൗൺസിൽ ശരിക്കും മുന്നോട്ട് വെച്ച് കൊണ്ടുവന്നു. മൂന്നാമത്തേത് മെത്രാന്മാരുടെ സംഘാതാത്മകത്വം എന്ന് പറയും, കൊളേജിയാലിറ്റി എന്നൊക്കെ നമ്മൾ പറയുന്ന, ഇംഗ്ലീഷിൽ പറയുന്ന ഒരു വാക്കാണത്. നിങ്ങൾക്ക് വാക്കുകൾ കഠിനമായി തോന്നുന്നുണ്ടെങ്കിൽ എന്നോട് ദയവ് ഇത് ക്ഷമിച്ചേക്കുക. മലയാളത്തിൽ അതിനെ നമ്മൾ സംഘാതാത്മകത്വം അഥവാ സംഘാതാത്മകത എന്നൊക്കെ പറയും. എന്ന് പറഞ്ഞാൽ മെത്രാന്മാരെല്ലാവരും ഒരു സംഘമായിട്ടാണ് ശുശ്രൂഷ ചെയ്യുന്നത്. മെത്രാന്മാരാണ് ആഗോള സഭയ്ക്ക് വേണ്ടിയിട്ടുള്ള ഉത്തരവാദികൾ. അത് മാർപ്പാപ്പ മാത്രമല്ല എന്നാണ് അതിന്റെ അർത്ഥം. മാർപ്പാപ്പയല്ല ആഗോള സഭയ്ക്ക് വേണ്ടിയുള്ള ഉത്തരവാദി, മറിച്ച് മാർപ്പാപ്പയോടൊപ്പം ചേരുന്ന എല്ലാ മെത്രാന്മാരുടെയും കൂട്ടായ്മയാണ് ആഗോള സഭയ്ക്ക് വേണ്ടിയുള്ള ഉത്തരവാദികൾ എന്ന ചിന്ത. എന്തുകൊണ്ടാണ് ഈ ചിന്ത വന്നതെന്ന് ചോദിച്ചാൽ, രണ്ടാം വത്തിക്കാൻ കൗൺസിലിന് മുമ്പ് അങ്ങനെ അല്ലായിരുന്നു എന്നുള്ളതാണ് അതിന്റെ പ്രശ്നം. രണ്ടാം വത്തിക്കാൻ കൗൺസിലിന് മുമ്പ് മെത്രാന്മാരെന്ന് പറഞ്ഞാൽ വെറും എന്താണ് വികാരിയച്ഛന്മാരായിരുന്നു. എന്ന് പറഞ്ഞാൽ മാർപ്പാപ്പയുടെ വികാരിയച്ഛന്മാരാണ് മെത്രാന്മാർ. ഈ ഒരു ചിന്തയാണ് 12-ാം നൂറ്റാണ്ട് മുതൽ 19-ാം നൂറ്റാണ്ട് രണ്ടാം വത്തിക്കാൻ കൗൺസിൽ വരെ തുടർന്ന് വന്ന ചിന്ത. ഏതാണ്ട് 800 വർഷം കത്തോലിക്ക സഭയിൽ ഉണ്ടായ ഒരു ദൈവശാസ്ത്രപരമായ വ്യതിയാനമായിരുന്നത്. അതായത് മെത്രാന്മാരെന്ന് പറഞ്ഞാൽ മാർപ്പാപ്പയുടെ വികാരിയച്ഛന്മാരാണ്. എന്ന് പറഞ്ഞാൽ മാർപ്പാപ്പ പറയുന്നതൊക്കെ കേൾക്കുക, സെൻട്രലൈസ്ഡ് കേന്ദ്രീകൃത അധികാര സംവിധാനത്തിൽ നിന്ന് വരുന്ന കാര്യങ്ങളൊക്കെ എക്സിക്യൂട്ട് ചെയ്യാനുള്ള ഒരാൾ, ഇത്രേ ഉള്ളൂ. പക്ഷേ ഇവിടെ പ്രശ്നം ആദിമസഭയുടെ ചിന്തയാണ്. ആദിമസഭയുടെ യഥാർത്ഥ ചിന്ത അനുസരിച്ച് മെത്രാന്മാരെന്ന് പറഞ്ഞാൽ അപ്പസ്തോലന്മാരുടെ പിൻഗാമികളാണ്. അവർ പ്രാദേശിക സഭയുടെ ഇടയന്മാരാണ്. ആദിമസഭയിൽ നിങ്ങൾ ഓർക്കണം, മെത്രാന്മാരാണ് ഡോക്ട്രിൻ, പ്രബോധനം, സത്യവിശ്വാസത്തിന്റെ പ്രബോധനം രൂപീകരിച്ചത്. മേൽപ്പട്ടക്കാര് സിനഡുകളിലാണ്, വേറെ ആരുമല്ലായിരുന്നു. മേൽപ്പട്ടക്കാരെന്ന് പറഞ്ഞാൽ അവരായിരുന്നു സത്യവിശ്വാസത്തിന്റെ കാവൽക്കാര്, അവരായിരുന്നു സത്യപ്രബോധനം രൂപീകരിച്ചവര്. സത്യവിശ്വാസവും സത്യപ്രബോധനവും രൂപീകരിച്ചത് അവരായിരുന്നു. അവര് അത് സിനഡുകളിലാണ് ചെയ്തുകൊണ്ടിരുന്നത്. അത്രയും വലിയ ഉത്തരവാദിത്വം ഉണ്ടായിരുന്ന അവരെയാണ് രണ്ടാം സഹസ്രാബ്ദത്തില്, സെക്കൻഡ് മില്ലേനിയം അവിടെ വന്നപ്പോൾ അവർ വെറും വികാരിയച്ഛന്മാരായി അധപ്പതിച്ചു പോയത്. അവരെ അങ്ങനെ മാറ്റിയെടുത്തതാണ്. അത് മെത്രാന്മാര് മേൽപ്പട്ടക്കാര് ചോദ്യം ചെയ്യുകയല്ല, അതിനെ കണ്ടെടുത്തു, റിവൈവ് ചെയ്തു. ഒന്നാം സഹസ്രാബ്ദത്തിലെ അതിനെ റിവൈവ് ചെയ്തു എന്നുള്ളതാണ് ആ സഭയുടെ യഥാർത്ഥ മേൽപ്പെട്ട ശുശ്രൂഷയെ പറ്റിയുള്ള യഥാർത്ഥ പ്രബോധനങ്ങള്, യഥാർത്ഥ ചരിത്രം, അതിന്റെ യഥാർത്ഥ കാര്യങ്ങൾ എല്ലാം രണ്ടാം വത്തിക്കാൻ കൗൺസിൽ റിവൈവ് ചെയ്തു എന്നുള്ളതാണ്, വീണ്ടെടുത്തു. അങ്ങനെ വീണ്ടെടുക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം രണ്ടാം വത്തിക്കാൻ കൗൺസിലിൽ പങ്കെടുത്ത കുറെ പണ്ഡിതന്മാരായിരുന്നു. അതിനകത്ത് പല പണ്ഡിതന്മാരെ നിങ്ങൾ അറിയുമായിരിക്കും. ഹാൻസ് ക്യൂങ്, ഹെൻറി ദ ലൂബാക്ക്, ജോസഫ് റാറ്റ്സിംഗർ. രണ്ടാം വത്തിക്കാൻ കൗൺസിലിൽ പങ്കെടുക്കുമ്പോൾ 33 വയസ്സുള്ള ജർമ്മനിയിലെ ദൈവശാസ്ത്ര അധ്യാപകനാണെന്ന് ഓർക്കണം. അദ്ദേഹം പ്രൈസിംഗ് എന്ന് പറയുന്ന മേൽപ്പട്ടക്കാരന്റെ ജർമ്മൻ മെത്രാപ്പോലീത്തായുടെ ദൈവശാസ്ത്ര ഉപദേഷ്ടാവായിട്ടാണ് അദ്ദേഹം രണ്ടാം വത്തിക്കാൻ കൗൺസിലിൽ പങ്കെടുക്കാൻ വേണ്ടി 33-ാമത്തെ വയസ്സിൽ അദ്ദേഹം റോമിൽ എത്തുന്നത്. അപ്പൊ അദ്ദേഹം 33 വയസ്സുള്ളപ്പോൾ തന്നെ അഗാധ പണ്ഡിതനായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം അതിൽ പങ്കെടുക്കാൻ വേണ്ടി മെത്രാനച്ചൻ അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടു വന്നത്. അപ്പൊ ഇങ്ങനെയുള്ള കുറെ ഈ പണ്ഡിതന്മാർ ഇവരെല്ലാരും തന്നെ, ജോസഫ് റാറ്റ്സിംഗർ, അതായത് നമ്മുടെ ബെനഡിക്റ്റ് 16-ാമൻ പാപ്പ, ഈ ബെനഡിക്റ്റ് 16-ാമൻ പാപ്പ അടക്കമുള്ള പണ്ഡിതന്മാര് ശരിക്കും ഒറിജിനൽ ആയിട്ടുള്ള സഭാപിതാക്കന്മാരുടെ പഠനങ്ങളെയാണ് അവർ വീണ്ടെടുത്തത്. അവിടെ നമ്മൾ ചോദിക്കുമല്ലോ എന്തിനാ വീണ്ടെടുത്തതെന്ന് നിങ്ങൾ ചോദിക്കും. എന്തിനാണ് വീണ്ടെടുത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സഭാപിതാക്കന്മാർ എന്താ ഇതിനെപ്പറ്റി പഠിപ്പിച്ചത്, അതാണ് അവർ വീണ്ടെടുത്തത്. ഉദാഹരണത്തിന് സിപ്രിയാനൊക്കെ പറയുന്നുണ്ട്, എവിടെയാണോ മേൽപ്പട്ടക്കാരനുള്ളത് അവിടെയാണ് സഭ. ഇനി സഭ എവിടെയുണ്ടോ അവിടെ മേൽപ്പട്ടക്കാരനുണ്ട്. അപ്പം മേൽപ്പെട്ട ശുശ്രൂഷ എന്ന് പറയുന്നത് അങ്ങേയറ്റം പ്രാധാന്യമുള്ള ഒരു ശുശ്രൂഷയായിരുന്നു. പിന്നെ ഇരണയൂസ് പറയുന്നുണ്ട്, ഈ മേൽപ്പെട്ട ശുശ്രൂഷ എന്ന് പറയുന്നത് സഭയുടെ കൂട്ടായ്മയുടെ ശുശ്രൂഷയാണ്, കൂട്ടായ്മയ്ക്കുള്ള ശുശ്രൂഷയാണ് മേൽപ്പെട്ട ശുശ്രൂഷ. സഭയെ ഒരു തരത്തിലും, സഭയുടെ കൂട്ടായ്മയെ ഉപദ്രവിക്കാനോ മുറിവേൽപ്പിക്കാനോ
സഭയുടെ കൂട്ടായ്മയെ തകർക്കാനോ ഒരു കാരണവശാലും ഒരാൾ നിൽക്കാൻ പാടില്ല. ആര്? മേൽപ്പട്ടക്കാരൻ. കാരണം മേൽപ്പട്ടക്കാരനാണ് സഭയുടെ കൂട്ടായ്മ, അദ്ദേഹമാണ് അതിന്റെ ഉത്തരവാദി. ഒരാള് സഭയുടെ കൂട്ടായ്മയെ തകർത്താൽ അദ്ദേഹം മേൽപ്പെട്ട ശുശ്രൂഷയ്ക്കേ പിന്നെ യോഗ്യനല്ല എന്നുള്ളതാണ് സഭാപിതാക്കന്മാരുടെ പ്രബോധനം. അതുകൊണ്ട് മേൽപ്പെട്ട ശുശ്രൂഷയ്ക്ക് അങ്ങേയറ്റം പ്രാധാന്യവും കൊടുത്തിരുന്ന സഭാപിതാക്കന്മാരുടെ പ്രബോധനങ്ങളെയൊക്കെ രണ്ടാം വത്തിക്കാൻ കൗൺസിൽ വീണ്ടും പൊടി തട്ടിയെടുത്തു. ആ പൊടി തട്ടിയെടുക്കലാണ് രണ്ടാം വത്തിക്കാൻ കൗൺസില് അതിന്റെ പ്രബോധന രേഖകൾ പുറപ്പെടുവിച്ചത്. പ്രത്യേകിച്ച് ക്രിസ്തുസ് ഡോമിനുസ് എന്ന് പറയുന്ന മേൽപ്പെട്ട ശുശ്രൂഷയെ പറ്റിയുള്ള രണ്ടാം വത്തിക്കാൻ കൗൺസിലിന്റെ പ്രബോധനമൊക്കെ അങ്ങനെ ഉണ്ടായതാണ്. പിന്നെ രണ്ടാം വത്തിക്കാൻ കൗൺസിൽ ചെയ്ത ഒരു കാര്യം സെൻസുസ് ഫിദei എന്ന് പറഞ്ഞാല് നമുക്കറിയാം, നമ്മുടെ സാധാരണ വിശ്വാസികളായ അവർക്ക് വിശ്വാസ കാര്യങ്ങളിൽ തെറ്റുപറ്റിയല്ല. ഇതാണ് സെൻസുസ് ഫിദei. നിങ്ങൾ സെൻസുസ് ഫിദei പഠിച്ചവരാണെന്ന് ഞാൻ വിചാരിക്കുന്നു, അല്ലെ? ഇത് പറയാനൊരു പശ്ചാത്തലമുണ്ട്. ലൂമൻ ജെൻസിയും ആർട്ടിക്കിൾ 12 ഇത് പറഞ്ഞത്. അതായത് മാമോദീസ സ്വീകരിച്ച, തൈലലേപനം സ്വീകരിച്ച, പരിശുദ്ധാരൂപി സത്യമായും വസിക്കുന്ന അൽമായ വിശ്വാസികൾക്ക് വിശ്വാസത്തിന്റെയും പ്രബോധനത്തിന്റെയും കാര്യത്തിൽ അവർക്ക് തെറ്റ് പറ്റിയല്ല. ഇങ്ങനെ പറയണമെങ്കിൽ ഒരു കാരണം ഉണ്ടായിരിക്കും, അല്ലേ? എന്തായിരിക്കും ആ കാരണം എന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കിക്കൊള്ളുക. അതിന്റെ കാരണം ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ. രണ്ടാം വത്തിക്കാൻ കൗൺസിലിന് മുമ്പ് നടന്ന ഒന്നാം വത്തിക്കാൻ കൗൺസിലിൽ ദൈവജനത്തെ ഈ ഒരു കാര്യത്തിൽ നിന്ന് ഒഴിവാക്കിയായിരുന്നു. അവര് ഒന്നാം വത്തിക്കാൻ കൗൺസിലിൽ പറഞ്ഞത് മാർപ്പാപ്പയ്ക്കാണ് തെറ്റാവരം ഉള്ളത്. ദൈവജനത്തിന്റെ തെറ്റാവരത്തെ പറ്റി ഒന്നാം വത്തിക്കാൻ കൗൺസിൽ ഒന്നും മിണ്ടിയില്ല. സാധാരണ ഭാഷയിൽ പറഞ്ഞാൽ കമാന്നൊരു അക്ഷരം മിണ്ടിയില്ല ഒന്നാം വത്തിക്കാൻ കൗൺസിൽ. കമാന്നൊരു അക്ഷരം മിണ്ടിയില്ല എന്ന് മാത്രമല്ല, മാർപ്പാപ്പ തെറ്റാവരത്തോടുകൂടി ഒരു പ്രബോധനം കൊടുക്കുമ്പോൾ അതിന് ദൈവജനത്തിന്റെ അൽമായരുടെ മറ്റ് സഭയുടെ വാക്കേ അനുവാദമേ ആവശ്യമില്ല എന്നൊരു സ്റ്റേറ്റ്മെന്റും കൂടെ അതിന്റെ പുറകിൽ കൂട്ടിച്ചേർത്തു. എന്ന് പറഞ്ഞാൽ പൂർണ്ണമായും അൽമായർ നിശബ്ദരാക്കപ്പെട്ടു. ഇതാണ് സംഭവിച്ചത്. അൽമായർ പൂർണ്ണമായും നിശബ്ദമാക്കപ്പെട്ടു. പക്ഷെ അങ്ങനെ ഒരു നിശബ്ദമാക്കലിന്റെ അതല്ല അൽമായർ. അൽമായരാണ് ശരിക്കും തെറ്റാവരം ഉള്ളത്. അൽമായരുടെ തെറ്റാവരം അതാണ് ശരി എന്ന് മുന്നിൽ നിന്ന് പറയാൻ സഭയ്ക്കുള്ള നേതാവാണ്, ശുശ്രൂഷകനാണ് പാപ്പ. പാപ്പായുടെ തെറ്റാവരം യഥാർത്ഥത്തിൽ ദൈവജനത്തിന്റെ തെറ്റാവരമാണ്. ദൈവജനത്തിന്റെ തെറ്റാവരം എന്ന് പറഞ്ഞാൽ ദൈവജനം ഇതാണ് വിശ്വസിക്കുന്നത് എന്ന്, സഭ ഇതാണ് വിശ്വസിക്കുന്നത് എന്ന് പറയാൻ വേണ്ടി ഉള്ള യഥാർത്ഥ അവസാനത്തെ ആളാണ് പാപ്പ. അല്ലാതെ പാപ്പായ്ക്ക് സഭയെ കൂടാതെ സഭാവിശ്വാസികളെ കൂടാതെ പാപ്പായ്ക്ക് ഈ ഒരു തെറ്റാവരം ഉണ്ട് എന്നുള്ള എക്സ്ട്രീം ഇന്റർപ്രിട്ടേഷൻസ് പ്രശ്നം വന്നു. തീവ്രമായ വ്യാഖ്യാനങ്ങൾ, ഏകപക്ഷീയമായ വ്യാഖ്യാനങ്ങൾ നടന്നു ഈ ഒന്നാം വത്തിക്കാൻ കൗൺസിലിന് ശേഷം. ഇതിനെപ്പറ്റി നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാക്കണമെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനലിലുള്ള ഓഡിയോ ബുക്ക് കയറി കേട്ടാൽ മതി. നമുക്കെല്ലാം പറയാൻ ഇവിടെ നേരെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ കടന്നു പോവുകയാണ്. ഇനി ഉദാഹരണത്തിന് നിങ്ങൾ മനസ്സിലാകണമെങ്കിൽ എന്താണ് നമ്മുടെ ഒന്നാമത്തെ എക്യുമെനിക്കൽ കൗൺസിൽ നിഖ്യാ സൂനഹദോസിൽ വെച്ച്, നിഖ്യാ സൂനഹദോസ് സത്യത്തിൽ ആര്യനിസത്തിന്റെ പശ്ചാത്തലത്തിലാണ് സമ്മേളിക്കുന്നത്. ആര്യനിസം നമുക്കറിയാം എന്താണ്. പാഷണ്ഡതാൻ ഈശോയില് ഒറ്റ ഇതേ ഉള്ളൂ, ഒരു സ്വഭാവമേ ഉള്ളൂ. അങ്ങനെയാണ് ആര്യനിസം വ്യാഖ്യാനിച്ചത്. ഈ ആര്യനിസത്തിന്റെ ഈ വ്യാഖ്യാനത്തിന് ഒപ്പുവെക്കാൻ ഭൂരിപക്ഷം എത്രാമൊരു ആര്യനിസ്റ്റുകളുടെ കൂടെയായിരുന്നു. ആര്യനിസ്റ്റുകൾ പറഞ്ഞത് സമ്മതിക്കുകയും അതാണ് ശരി എന്ന് ഭൂരിപക്ഷം പേരും ഒപ്പിടാൻ വേണ്ടി, അത് സമ്മതിക്കാൻ വേണ്ടി പോകുന്ന ഘട്ടമായിരുന്നു ഒന്നാം നിഖ്യാ സൂനഹദോസ്. പക്ഷേ അൽമായരാണ് അതിനകത്ത് എതിർത്തത്. അൽമായർ പറഞ്ഞ അങ്ങനെയല്ല, ഈശോയ്ക്ക് രണ്ട് നേച്ചറും ഉണ്ട്, രണ്ട് സ്വഭാവവും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ദൈവ സ്വഭാവമുണ്ട്, മനുഷ്യ സ്വഭാവമുണ്ട് എന്ന് പറഞ്ഞ് അൽമായ വിശ്വാസികളുടെ വിശ്വാസമാണ് ക്രേദോ ആയിട്ട് പുറത്തു വരുന്നത്. ക്രേദോ എന്ന് പറഞ്ഞാൽ വിശ്വാസ പ്രമാണം. നിഖ്യാ വിശ്വാസ പ്രമാണം, സൂനഹദോസിന്റെ വിശ്വാസ പ്രമാണം രൂപപ്പെടുന്നത് അൽമായ വിശ്വാസികളുടെ വിശ്വാസമാണ് ശരിക്കും ജയിച്ചത്. ഭൂരിപക്ഷം മെത്രാന്മാരും അതിനെതിരായിരുന്നു എന്ന് ഓർക്കുന്നത്. അൽമായരുടെ വിശ്വാസമാണ് ശരി. സെൻസുസ് ഫിദei, ദൈവജനത്തിന്റെ അൽമായരുടെ സെൻസുസ് ഫിദei വിജയിച്ച ഏറ്റവും ഫസ്റ്റ് മൊമെന്റ് ആണ് അത്. അപ്പൊ നിങ്ങൾ ചോദിക്കുമായിരിക്കും, സിനഡില് അൽമായർ പങ്കെടുക്കുമായിരുന്നു? സിനഡിൽ ആദിമസഭയിൽ അൽമായർ പങ്കെടുക്കുമായിരുന്നു?
ഒറ്റ വ്യത്യാസമേ ഉള്ളൂ, സിനഡിൽ അവർക്ക് വോട്ടിംഗ് ഇല്ലായിരുന്നു. വോട്ട് ചെയ്യാനുള്ള അവകാശമില്ല, പക്ഷേ സിനഡിൽ പങ്കെടുക്കുമായിരുന്നു. മെത്രാന്മാരുടെ കൂടെ ഉപദേശകരായിട്ടും അൽമായ പ്രതിനിധികളായിട്ടും അവർ പങ്കെടുക്കുമായിരുന്നു. അങ്ങനെ പങ്കെടുത്തതിന്റെ പശ്ചാത്തലത്തിലാണ് അങ്ങനെ പങ്കെടുക്കുന്ന ഒരു സഭാപരമായ ഒരു പശ്ചാത്തലം, ഒരു ചരിത്രപരമായ പശ്ചാത്തലം സഭയ്ക്ക് ആദിമസഭയിലുണ്ടായിരുന്നു. അങ്ങനെയുള്ള പല സംഭവങ്ങളും മുഹൂർത്തങ്ങളും സഭാചരിത്രത്തിലുണ്ട് കേട്ടോ. അതായത് അൽമായർ യഥാർത്ഥത്തിൽ വിശ്വാസത്തിന്റെ ചാമ്പ്യന്മാരായി മാറുന്ന അവസ്ഥ ആദിമസഭയിൽ ഉണ്ടായിരുന്നു. അപ്പൊ വിശ്വാസത്തിന്റെ യഥാർത്ഥ ചാമ്പ്യന്മാർ അൽമായരായിരുന്ന ഒന്നാം സഹസ്രാബ്ദത്തിന്റെ മഹത്തായ പാരമ്പര്യവും ചരിത്രവുമാണ് രണ്ടാം സഹസ്രാബ്ദത്തിൽ അൽമായർ എന്ന് പറഞ്ഞാൽ പൂർണ്ണമായും നിശബ്ദരാക്കപ്പെട്ട ഒരു അവസ്ഥ സംജാതമായതെന്ന് ഓർക്കണം. പ്രത്യേകിച്ച് ഉദാഹരണത്തിന് 20-ാം നൂറ്റാണ്ടില് മാർപ്പാപ്പ എഴുതിയ, അതായത് 1930-കളില് ഫ്രാൻസിലെ സഭയ്ക്ക് എഴുതിയ ഒരു കത്തില് ഇന്നത്തെ മാർപ്പാപ്പ എഴുതുന്നുണ്ട്, അൽമായർ എന്ന് പറഞ്ഞാൽ അനുഷ്ഠിക്കാൻ മാത്രമുള്ളവരാണ്, ഇത് കേൾക്കാനുള്ളവരാണ്, ഒന്നും പഠിപ്പിക്കാനുള്ളവരെന്നല്ല, പഠിപ്പിക്കേണ്ടതൊക്കെ ഞങ്ങൾ പഠിപ്പിക്കും. അപ്പൊ സഭയിൽ രണ്ട് വിഭാഗം തന്നെ ഉണ്ടാകും, പഠിപ്പിക്കപ്പെടേണ്ടവരും പഠിപ്പിക്കുന്നവരും, അനുഷ്ഠിക്കുന്നവരും കൽപ്പിക്കുന്നവരും. ഈ ഒരു രണ്ട് വിഭാഗം പോലും സഭയിൽ ഉണ്ടായെന്ന് ഓർക്കണം. 20-ാം നൂറ്റാണ്ടായപ്പോഴത്തേക്ക് അത്രയ്ക്ക് രൂക്ഷമായ രീതിയിൽ സഭയിലെ ശുശ്രൂഷ പൗരോഹിത്യവും സഭയിലെ പൊതുപൗരോഹിത്യം പങ്കിടുന്നവരും തമ്മിലുള്ള അകൽച്ച അത്രയും രൂക്ഷമായായിരുന്നു. പിന്നെ അൽമായരുടെ പൊതുപൗരോഹിത്യത്തിന്, അഥവാ മാമോദീസ സ്വീകരിച്ച ഒരാളുടെ പൊതുപൗരോഹിത്യത്തിന് യാതൊരു പ്രസക്തി ഇല്ലാതായി, യാതൊരു വിലയും ഇല്ലാതായി. ശുശ്രൂഷ പൗരോഹിത്യം മാത്രമാണ് വിലയുള്ളത് എന്ന രീതിയിലും എന്ന മട്ടിലൊക്കെയുള്ള കാര്യങ്ങൾ മുന്നോട്ട് വന്നു. ഓക്കെ, നമ്മൾ ഒത്തിരി ഞാൻ പറയുന്നില്ല. പിന്നെ ഒരു പ്രധാനപ്പെട്ട രണ്ടാം വത്തിക്കാൻ കൗൺസിലിന്റെ ഒരു പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം എന്ന് പറഞ്ഞാൽ പ്രാദേശിക സഭകൾക്കാണ് പ്രാധാന്യം എന്ന കണ്ടുപിടുത്തമായിരുന്നു. ഒന്നാം വത്തിക്കാൻ കൗൺസിലിനോടുകൂടെ ആഗോള സഭയ്ക്കാണ് പ്രാധാന്യം എന്ന് ഒരു വിലയിരുത്തൽ വന്നു. ആഗോള സഭ, യൂണിവേഴ്സൽ ചർച്ച്. അപ്പൊ യൂണിവേഴ്സൽ ആഗോള സഭ മുഴുവൻ ഒരൊറ്റ രൂപത, ഏത് വിവിധ രൂപതകളല്ല, ആഗോള സഭ മുഴുവൻ ഒറ്റ രൂപത. ആ ഒറ്റ രൂപതയ്ക്ക് എത്ര മെത്രാന്മാര്? ഒറ്റ മെത്ര, അതായത് മാർപ്പാപ്പ. അതായത് ആഗോള സഭ അതൊരു രൂപത പോലെ അതിനെ നമുക്ക് മനസ്സിലാക്കാം. എന്നിട്ട് അതിന് ഒരു മെത്രാൻ, അതായത് മാർപ്പാപ്പ. അപ്പം ബാക്കി മെത്രാന്മാരുടെയൊക്കെ ശുശ്രൂഷകളെല്ലാം അപ്രസക്തമാക്കപ്പെട്ടു. അങ്ങനെ ആഗോള സഭാ വിജ്ഞാനീയം അതിന് കൂടുതൽ പ്രസക്തി കിട്ടി. അങ്ങനെ പ്രസക്തി കിട്ടിയതിൻ്റെ പരിണിത ഫലം എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ, പ്രാദേശിക സഭകൾക്കുണ്ടായിരുന്ന പ്രസക്തിയും പ്രാധാന്യവും നഷ്ടപ്പെട്ടു. എന്നാൽ രണ്ടാം വത്തിക്കാൻ കൗൺസില് ലൂമൻ ജെൻസിയും എന്ന അതിൻ്റെ സഭയെ പറ്റിയുള്ള ഡോഗ്മാറ്റിക് കോൺസ്റ്റിറ്റ്യൂഷനിൽ 23-ാം ഖണ്ഡിക, നിങ്ങളത് മലയാളം അല്ലെങ്കിൽ ഇംഗ്ലീഷ് നിങ്ങളൊന്ന് വായിച്ചു നോക്കണം കേട്ടോ. അതിന്റെ 23-ാം ഖണ്ഡികയിൽ പറഞ്ഞു, പ്രാദേശിക സഭകളിൽ നിന്നാണ് ആഗോള സഭ ഉണ്ടാകുന്നത്. പ്രാദേശിക സഭകളുടെ പ്രാധാന്യം ശരിക്കും വീണ്ടും തിരിച്ച് എത്തിച്ചത് രണ്ടാം വത്തിക്കാൻ കൗൺസിലാണ്. ഇങ്ങനെ രണ്ടാം വത്തിക്കാൻ കൗൺസിൽ നിർമ്മിച്ച കുറെ തൂണുകൾ ഉണ്ടായിരുന്നു. ഈ തൂണുകളിന്മേലാണ് സിനഡാലിറ്റിയെ പറ്റിയുള്ള ചർച്ചകൾ ഇപ്പോൾ സജീവമായിരിക്കുന്നത്. ഫ്രാൻസിസ് മാർപ്പാപ്പ സിനഡൽ സഭ എന്നുള്ള ആശയം പോലും പണിത് നിർത്തിയിരിക്കുന്നത് ഈ രണ്ടാം വത്തിക്കാൻ കൗൺസിലിന്റെ പ്രബോധനങ്ങളിന്മേലാണ്. രണ്ടാം വത്തിക്കാൻ കൗൺസിൽ ഇല്ലാതെ സിനഡൽ സഭയെ പറ്റിയുള്ള ചർച്ച അസാധ്യമാണ്. കാരണം രണ്ടാം വത്തിക്കാൻ കൗൺസിലാണ് ഒരു പങ്കാളിത്ത സഭയെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് തുടക്കം കുറിച്ചത്. സഭ എന്ന് പറഞ്ഞാൽ അത് പങ്കാളിത്ത സഭയാണ്, ഒരു പാർട്ടിസിപ്പേറ്റീവ് ചർച്ച്. അതിനെപ്പറ്റി പറഞ്ഞത് രണ്ടാം വത്തിക്കാൻ കൗൺസിലാണ്. ഇനി ആ പാർട്ടിസിപ്പേറ്റീവ് പങ്കാളിത്ത സഭ എന്ന് പറയാൻ ഈ കൗൺസിലിന്റെ കാരണം ഇതാണ്. മാമോദീസ സ്വീകരിച്ച ഒരാൾ, അയാൾ ദൈവ മകനും മകളുമായി തീരുന്നു സഭയിൽ. അവർക്ക് സഭയിൽ ശബ്ദം ഉയർത്താനുള്ള അവകാശമുണ്ട്. അവരാണ് ഭൂരിപക്ഷം, അവരെയും കേൾക്കണം. ഇതാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുന്നത്. മെത്രാന്മാരെ, നിങ്ങൾ സിനഡിലേക്ക് വരുമ്പം, സിനഡ് എന്ന് പറയുന്നത് മെത്രാന്മാരുടെ ഏർപ്പാടല്ല. ദൈവജനവുമായി അൽമായരുമായി ബന്ധം ഇല്ലാത്ത
ഒരു അധികാര സംവിധാനമോ ഘടനയോ അല്ല സിനഡ്. മറിച്ച് നിങ്ങൾ ഇനി സിനഡുകളിലേക്ക് വരുമ്പോൾ ദയവ് ചെയ്ത് ആദ്യം നിങ്ങൾ കേൾപ്പിക്കപ്പെട്ട ജനത്തെ നിങ്ങൾ പോയി കേൾക്കുക. അവർ പറയുന്നത് എന്താണെന്ന് കേൾക്കുക. ജസ്റ്റ് ലിസൺ ടു ദം. അവരെ ശ്രവിക്കുക. അവരെ ശ്രവിച്ചിട്ട് അവരെന്താണ് ഈ വിഷയത്തെ പറ്റി, ഒരു പ്രത്യേക വിഷയത്തെ പറ്റി, പ്രശ്നത്തെ പറ്റി, ചോദ്യത്തെ പറ്റി അവര് എന്ത് പറയുന്നു എന്ന് കേൾക്കുക. ആ കേട്ടത് എന്നെ അറിയിക്കുക. അത് നമുക്ക് ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്യാം. ഇതാണ് സിനഡിന്റെ യഥാർത്ഥ സ്പിരിറ്റ്, യഥാർത്ഥ ചൈതന്യം ഇതാണ്. സിനഡിന്റെ യഥാർത്ഥ ചൈതന്യം അതാണ്. ആ സ്പിരിറ്റ്, ആ ചൈതന്യത്തിലേക്ക് മടങ്ങി പോകാനാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ഞാൻ ഏതാണ്ട് 40 മിനിറ്റായി ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, കണ്ടിന്യൂസ്, തുടർച്ചയായിട്ട്. ഞാനത് അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇന്റർവ്യൂ ചെയ്യാം. നിങ്ങൾ ഒന്നെങ്കിൽ ചാറ്റ് ബോക്സിൽ എഴുതിയിടുകയോ നിങ്ങൾക്ക് ഇവിടെ പറയുകയോ ഒക്കെ ചെയ്യാം. കാരണം സിനഡൽ സഭ എന്നൊക്കെ പറയുന്നത് വളരെ വിശാലമായ കാനോനികമായ അർത്ഥങ്ങളൊക്കെ ഉള്ള ഒരു വിഷയമായതുകൊണ്ട് നമുക്കത് ഒറ്റ ഇതിൽ പറയാൻ പറ്റില്ല. നിങ്ങൾക്ക് സംശയങ്ങളുള്ളത് നമുക്ക് അഡ്രസ് ചെയ്യാം. ഈശോ ശരിയപ്പോൾ ശരിയായിരിക്കും. അച്ഛന്റെ യൂട്യൂബ് ചാനലിന്റെ പേരെന്താണ്? എന്റെ യൂട്യൂബ് ചാനലിന്റെ പേര് ഞാൻ ചാറ്റ് ബോക്സിൽ എഴുതിയിട്ടേക്കാം. ഓക്കെ, അതിന്റെ പേര് ഐൻ സേവ എന്നാണ്. ഐൻ സേവ എന്ന് പറഞ്ഞാൽ ഐൻ സേവ എന്ന് പറഞ്ഞാൽ ഹീബ്രു വാക്കാണ്. ഈശോ അപ്പം വർദ്ധിപ്പിച്ച സ്ഥലം, ആ സ്ഥലത്തിന്റെ പേരാണ് ഐൻ സേവ. ഈശോ ഉദ്ധിതനായതിനു ശേഷം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുന്ന അതേ സെയിം സ്ഥലത്ത് തന്നെയാണ്. ആ സ്ഥലം ഐൻ സേവ എന്നാണ് അറിയപ്പെടുന്നത്. ഒരു ചെറിയ വില്ലേജാണ്, ചെറിയൊരു ഗ്രാമം. അവിടെ വെച്ചാണ് ഈശോ അപ്പം വർദ്ധിപ്പിക്കുന്നതും ഈശോ ഉദ്ധിതനായതിനു ശേഷം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുന്നതും അവിടെയാണ്. അതുകൊണ്ട് ഐൻ സേവ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം 7 അരുവികൾ എന്നാണ്. 7 എന്ന അരുവികൾ എന്നാണ് അതിന്റെ ഹീബ്രു വാക്കിന്റെ അർത്ഥം. അതുകൊണ്ട് അതെന്റെ ഒരു ഇതായിട്ട് ഞാൻ എടുത്തതേ ഉള്ളൂ. അവിടെ ആ ചാനലിൽ നിങ്ങൾക്ക് എൻ്റെ ഓഡിയോ ബുക്കുകൾ കേൾക്കാവുന്നതാണ്, നോ പ്രോബ്ലം. ഈ ഇപ്പൊ വന്നിട്ടുള്ള 1970-കളിൽ 50-കളിൽ വന്നിട്ടുള്ള കരിസ്മാറ്റിക് മൂവ്മെന്റ് രണ്ടാം വത്തിക്കാൻ കൗൺസിലിന്റെ സിനഡാലിറ്റിയായി ബന്ധപ്പെട്ടിട്ട് വന്നിട്ടുള്ള ഒരു മൂവ്മെന്റ് ആണോ? അല്ല, രണ്ടാം വത്തിക്കാൻ കൗൺസിലിനെയും അല്ല, ഈ കരിസ്മാറ്റിക് മൂവ്മെന്റ് സത്യത്തിൽ രണ്ടാം വത്തിക്കാൻ കൗൺസിലോട് കൂടെ അല്ലല്ലോ കത്തോലിക്ക സഭയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. കത്തോലിക്ക സഭയിൽ കരിസ്മാറ്റിക് മൂവ്മെന്റ് അതിനു മുൻപേ ഉണ്ടായിരുന്നല്ലോ. പിന്നെ വളരെ സജീവമായ, ശരിയാണ്, വളരെ സജീവമായത് കൗൺസിലിന് ശേഷമാണ് കേട്ടോ. താങ്കൾ പറഞ്ഞത് ശരിയാണ്. വളരെ സജീവമായത് രണ്ടാം വത്തിക്കാൻ കൗൺസിലിന് ശേഷമാണ്. അതിനെ ഒരു സിനഡൽ ആയിട്ട് നമ്മൾ കാണേണ്ട കാര്യമില്ല. ഒരുപക്ഷെ കുറേ നാളും കൂടെ കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ ഒരു വിലയിരുത്തലിലേക്ക് എത്തുമായിരിക്കും. എന്തായാലും എല്ലാം പരിശുദ്ധാരൂപിയുടെ ദാനങ്ങളാണല്ലോ. പരിശുദ്ധാരൂപിക്ക് അൽമായർ, പരിശുദ്ധാരൂപി അൽമായരിലൂടെയും പ്രവർത്തിക്കുന്നുണ്ട്. അൽമായർക്കും പരിശുദ്ധാരൂപി തന്റെ ദാനങ്ങൾ കൊടുക്കുന്നുണ്ട് എന്നുള്ള ഒരു ചരിത്രപരമായ വസ്തുതയാണ്. നമ്മളിത് 2ാം സഹസ്രാബ്ദത്തിൽ മറന്നുപോയ വസ്തുതയും കൂടെയാണ്. അൽമായരായിരുന്നു വിശ്വാസം കൈമാറ്റം ചെയ്തിരുന്നത് അൽമായരായിരുന്നു. എൻ്റെ ഓഡിയോ ബുക്കിൽ ഒരെണ്ണം നിങ്ങൾക്ക് കേൾക്കാവുന്ന ഒരു അരമണിക്കൂർ ഓഡിയോ ഞാൻ പറഞ്ഞിരിക്കുന്നത് ആദിമസഭയിൽ വിശ്വാസികൾക്ക് അൽമായർക്ക് പ്രബോധന അധികാരം ഉണ്ടായിരുന്നു. ടീച്ചിങ് പവേഴ്സ്. അൽമായർക്ക് പ്രബോധന അധികാരങ്ങൾ ആദിമസഭയിലുണ്ടായിരുന്നു. അത് നിങ്ങൾക്ക് എൻ്റെ ഒരു ഓഡിയോ ബുക്ക് തന്നെയാണത്. അതായത് ടീച്ചിങ്ങിനുള്ള പവർ അൽമായർക്കുണ്ടായിരുന്നു. അതേസമയം അതൊരു 5-ാം നൂറ്റാണ്ടോടുകൂടിയാണ് പതുക്കെ അതിന് നിയന്ത്രണങ്ങൾ വീഴുന്നത്. അതിൽ മെത്രാന്മാരും അച്ഛന്മാരും ഒക്കെ അതേ കയറി ചെറുതായിട്ട് നിയന്ത്രണം വരുത്തുകയും പിന്നീട് ക്രമേണ കട്ട് ചെയ്യുകയും 2ാം സഹസ്രാബ്ദത്തിൽ ടീച്ചിങ് പവേഴ്സിന്റെ പരിസരത്ത് പോലും അൽമായരെ എത്തിച്ചിട്ടില്ല എന്ന് ഓർക്കണം. വേദപാഠം പഠിപ്പിക്കുക എന്നുള്ളത് മാത്രമാക്കി അതും വളരെ നിയന്ത്രിതമായ രീതിയിലേക്ക് മാറിപ്പോയി. പക്ഷെ ആദിമസഭയിൽ അങ്ങനെ അല്ലായിരുന്നു. നിങ്ങൾ ആ ഓഡിയോ കേട്ടാൽ അത് മനസ്സിലാവും. അതുകൊണ്ട് പരിശുദ്ധാരൂപി ദൈവജനത്തെ, സഭയെ വീണ്ടും കൂടുതൽ ഉദ്ദീപിപ്പിക്കാനും ഒരു പുതിയൊരു ജീവനം കൊടുക്കാൻ വേണ്ടി നടത്തിയതാണെന്ന് നമുക്ക് പറയുന്നതിൽ തെറ്റില്ല കേട്ടോ. Okay. Thank you, Father. Good evening, Father.
ഗുഡ് ഈവനിങ്. സംശയം ചോദിച്ചോട്ടെ ഫാദറെ? ചോദിച്ചോളൂ. എന്നുവെച്ചാ പിന്നെ നമ്മുടെ ഈ പരിശുദ്ധ ത്രിത്വം നമ്മുടെ വിശ്വാസത്തിന്റെ ഒരു അടിസ്ഥാന ഘടകമാണ്. കുടുംബത്തിൽ അതെ. നിന്ന് അത് തുടങ്ങുന്നുണ്ട്. അതുപോലെ സിനഡാലിറ്റിയിലും പരിശുദ്ധ ത്രിത്വം തന്നെയാണല്ലോ അടിസ്ഥാന ഘടകമായിട്ട് നമ്മൾ ഇപ്പോൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. പക്ഷേ അൽമായരെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഈ ത്രിത്വം? ഭയങ്കര സംശയങ്ങളെ മനസ്സിലാക്കി കൊടുക്കുവാൻ കുട്ടികൾക്കും ഒരു ബുദ്ധിമുട്ടുള്ള മേഖല. ഇതിന് കൂടുതൽ ഒരു ഊന്നൽ കൊടുത്ത് ക്ലാസ്സുകൾ നടത്തേണ്ടത് സഭയുടെ ഒരു ആവശ്യമല്ലേ എന്നൊരു ചിന്ത എനിക്ക് വരുന്നു. തീർച്ചയായും നല്ലൊരു കാര്യമാണത്. ഈ പരിശുദ്ധ ത്രിത്വം എന്ന് പറയുന്നത് ചിലപ്പോൾ നമ്മളെ ആക്രമിക്കുന്നവരുണ്ട്. ഈ പരിശുദ്ധ ത്രിത്വത്തിലാണ് ഏറ്റവും കൂടുതൽ ആക്രമണം. പ്രത്യേകിച്ച് എന്താണ് മുസ്ലിം വിശ്വാസികൾ ഇസ്ലാം മതം പ്രചരിപ്പിക്കാനോ അതുമായി ബന്ധപ്പെട്ടവർ ഏറ്റവും കൂടുതൽ കത്തോലിക്ക സഭയെ, ക്രൈസ്തവ സഭയെ ആക്രമിക്കുന്ന ഒരു പോയിന്റ് ത്രിത്വമാണ്. അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഇനി നമ്മൾ എന്തുകൊണ്ടാണ് ഈ ത്രിത്വൈക ദൈവവിശ്വാസം മുറുകെ പിടിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അത് ചരിത്രത്തിൽ ദൈവം തന്നെ തന്നെ വെളിപ്പെടുത്തിയത് അങ്ങനെയാണ്. ദൈവം തന്നെ തന്നെ വെളിപ്പെടുത്തിയത് ഇങ്ങനെ 3 ആളായിട്ടാണ് വെളിപ്പെടുത്തിയത്. അതുകൊണ്ടാണ് ഇത് ആരുടെയും കത്തോലിക്ക സഭയിലെ ഒരു മാർപ്പാപ്പയുടെയും കണ്ടുപിടുത്തമല്ല ത്രിത്വൈക ദൈവം എന്നുള്ളത്. മറിച്ച് ഈശോ മിശിഹായിലൂടെ അങ്ങനെയാണ് ദൈവം തന്നെ തന്നെ വെളിപ്പെടുത്തിയതെന്നുള്ളതാണ്. അതുകൊണ്ട് ആ ഒരു ചരിത്രപരമായ ദൈവിക വെളിപാട് നമ്മൾ സ്വീകരിക്കുന്നു എന്ന് മാത്രം. അതുകൊണ്ട് നമുക്കത് പൂർണ്ണമായും മനസ്സിലായിട്ടില്ല എന്നുള്ളത് ശരി തന്നെയാണ്. ദൈവത്തെ പൂർണ്ണമായും മനസ്സിലാക്കി എന്ന് വമ്പ് പറയുകയോ അഹങ്കരിക്കുകയോ ചെയ്യാൻ നമുക്ക് കഴിയില്ല. ആ ഒരു എളിമപ്പെടുത്തൽ എന്നും ത്രിത്വത്തിന്റെ മുമ്പിൽ ഉണ്ട്. നമുക്ക് ദൈവത്തെ പൂർണ്ണമായി മനസ്സിലാക്കി എന്നൊരാൾക്കും പറയാൻ പറ്റില്ല. അങ്ങനെ പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ അയാൾ ഒന്നും ദൈവത്തെ പറ്റി മനസ്സിലാക്കിയിട്ടില്ല എന്ന് വേണം ചിന്തിക്കാനായിട്ട്. അതുകൊണ്ട് സഭയുടെ എന്നുമുള്ള നിലപാടെന്ന് പറയുന്നത് ഈ ഒരു ദൈവിക രഹസ്യം നമുക്ക് പൂർണ്ണമായും മനസ്സിലായിട്ടില്ല എന്നുള്ള എളിമയുടെയും വിനയത്തിന്റെയും ഭാവം സഭയ്ക്ക് എന്നും ഉണ്ട്. അത് സഭയുടെ ദൈവശാസ്ത്രത്തിലും ഉണ്ട്, പരിശുദ്ധ കുർബാനയിലും ഉണ്ട്. നിങ്ങൾ സീറോ മലബാർ കുർബാന ചൊല്ലുന്നവരാണെങ്കിൽ അതിന്റെ ഗഹാന്ത, പ്രത്യേകിച്ച് 2ാം ഗഹാന്തയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും. അതുകൊണ്ട് തീർച്ചയായിട്ടും ചോദിച്ചൊരു നല്ല ചോദ്യമാണ്. ത്രിത്വത്തെ പറ്റിയുള്ള പഠനങ്ങൾക്ക് കാലിക പ്രസക്തി ഉണ്ട്. തീർച്ചയായും അത് ബന്ധപ്പെട്ടവർ അത് ശ്രദ്ധിക്കും എന്നൊക്കെ ഞാനും പതുക്കെ എന്തെങ്കിലുമൊക്കെ ത്രിത്വത്തെ പറ്റി ഒരു ഡിസ്കോഴ്സ് ചെയ്യാമെന്നൊക്കെ വിചാരിച്ച് ഞാൻ ഇരിക്കുന്നു കേട്ടോ. നന്ദി ഫാദർ. ഓക്കെ. ആർക്കെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടോ? ആർക്കും ഇനി ഡൗട്ടൊന്നും ഇല്ലെന്ന് വിചാരിക്കുന്നു. സ്നേഹബഹുമാനപ്പെട്ട ബിനുവച്ച കഴിഞ്ഞ 45 മിനിറ്റോളം ഞങ്ങൾക്ക് വളരെ മനോഹരമായിട്ട് സിനഡാലിറ്റിനെ പറ്റി ക്ലാസ് എടുത്തിട്ട് ബിനുവച്ചന് ആൽഫ കുടുംബത്തിന്റെ എല്ലാവരുടെയും പേരുടെ പ്രത്യേകം നന്ദി അറിയിക്കുന്നു. താങ്ക് യു. ഒരു ചോദ്യം എനിക്കുണ്ടോ? ഞാൻ ചോദിച്ചോളൂ. ഇനി ഭാവിയില് ഈ സിനഡുകളിൽ നമ്മുടെ അൽമായരെ പ്രവേശിപ്പിക്കാൻ സാധ്യതയുണ്ടോ? യെസ്, അതൊരു വളരെ കൗതുകരമായ ചോദ്യമാണല്ലേ. അതാരാ ചോദിച്ചത്? ഞാനാണ്, ലിസി ജോസഫ്. ആരേലും ആയിക്കോട്ടെ, എനിക്ക് കാണുന്നില്ല, അതുകൊണ്ട് ചോദിച്ചതേ ഉള്ളൂ. തീർച്ചയായും. കാര്യങ്ങളാണോ? അതെ, കരികുളം ലിസി ജോസഫ്. ഞാൻ വീഡിയോ ഓൺ ആണ്. ആയിക്കോട്ടെ. തീർച്ചയായും സാധ്യതകളുണ്ട്. അതിന്റെ എല്ലാ സൂചനകളും കണ്ടു കഴിഞ്ഞു. കാരണം പറയാം. 1965 ഒരു സിനഡും സഭയിൽ, ആഗോള കത്തോലിക്ക സഭയിൽ ഒരു സിനഡും ഇല്ലാതിരുന്ന ഒരു അവസ്ഥയിലാണ് 1-ാം വത്തിക്കാൻ കൗൺസിലിന്റെ കാലമായപ്പോഴത്തേക്കും നിങ്ങൾ ഓർക്കണം. എന്ന് പറഞ്ഞാൽ 1800-കളായപ്പോഴത്തേക്കും ഒരു സിനഡുകളും സഭയിലില്ല. ഒരു പ്രാദേശിക സിനഡ്, ഒരു രൂപതയിൽ ഒരു സിനഡും ഇല്ല. 2-3 രൂപതകൾ കൂടിയുള്ള ഒരുമിച്ചുള്ള പ്രൊവിൻഷ്യൽ സിനഡുകളില്ല. അങ്ങനെയുള്ള ഒരു കൗൺസിലുകളും സഭയിൽ അപ്രത്യക്ഷമായി. ആകെ വളരെ 1-2 രൂപതകളിൽ എങ്ങാണ്ട് ആ മിലാൻ പരിസരങ്ങളിലൊക്കെ ആയിട്ട് കുറച്ച് രൂപതകളിൽ സിനഡ് നടന്നു എന്നല്ലാതെ വേറെ ഒന്നുമില്ല. അങ്ങനെ ഇരിക്കുകയാണ് 1870 1-ാം വത്തിക്കാൻ കൗൺസിൽ വരുന്നത്. 1-ാം വത്തിക്കാൻ കൗൺസിലോടുകൂടെ പൂർണ്ണമായും പിന്നെയും നിഷിദ്ധമാക്കപ്പെട്ടു. അങ്ങനെ ഇരിക്കുകയാണ് 1-ാം വത്തിക്കാൻ കൗൺസിലിന് ശേഷം 1959 ജോൺ 23-ാമൻ എന്ന് പറയുന്ന ആഞ്ചലോ റൊങ്കാളി എന്ന് പറയുന്ന മാർപ്പാപ്പ 2-ാം വത്തിക്കാൻ കൗൺസിൽ ഡിക്ലെയർ ചെയ്യുന്നത്.
രണ്ടാം വത്തിക്കാൻ കൗൺസിൽ ആയപ്പോഴത്തേക്കും സഭയിൽ ശരിക്കും ശ്വാസം മുട്ടലായിരുന്നു എന്ന് തന്നെയാണ്. എന്ന് പറഞ്ഞാൽ എല്ലാം കൊണ്ടും വരിഞ്ഞു മുറുക്കിയിരിക്കുന്ന ഒരു അവസ്ഥയൊക്കെയായിരുന്നു. നിയമത്തിന്റെ ആധിക്യങ്ങൾ ഒരു പക്ഷേ അങ്ങനെ ആകെ കൂടെ ഒരു ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ ഒരു നവീകരണം ആവശ്യപ്പെട്ടാണ് ജോൺ 23 രണ്ടാം വത്തിക്കാൻ കൗൺസിൽ ഒരാളോടും റോമിലെ വത്തിക്കാനിലെ കൂരിയ ഓഫീസുകളിലെ ആരോടും ചർച്ച ചെയ്യാതെ ഡിക്ലെയർ ചെയ്താണെന്ന് ഓർക്കണം. കാരണം ആരോടെങ്കിലും ചർച്ച ചെയ്യാൻ പോയത് അവർ സമ്മതിക്കില്ല. അതുകൊണ്ടാണ് ആരോടും ചർച്ച ചെയ്യാൻ ചെന്നത്. എന്നിട്ട് തന്നെ അവരോട് പറഞ്ഞു, നമുക്ക് 63 സിനഡ് രണ്ടാം വത്തിക്കാൻ കൗൺസിൽ ഒരു എക്യുമെനിക്കൽ സൂനഹദോസ് കൂടാം എന്ന് പറഞ്ഞത്. അപ്പൊ അവര് എല്ലാവരും കൂടെ ശക്തമായി എതിർത്തു. അതും പിതാവെ ഒരിക്കലും സമ്മതിക്കാൻ പറ്റിയല്ല, 63 കൂടാൻ പറ്റിയല്ല, പിതാവ് ഇത് 59 ആയതേ ഉള്ളൂ, നമുക്ക് 4 വർഷമൊന്നും പോരാ ഒരുങ്ങാൻ എന്ന് പറഞ്ഞു. അപ്പോ ആഞ്ചലോ റൊങ്കാളി എന്ന ജോൺ 23 പറഞ്ഞു, അങ്ങനെ 63 കൂടാൻ നിങ്ങൾക്ക് പറ്റിയല്ലെങ്കിൽ നമുക്കെന്നാ 62 കൂടിയേക്കാം എന്ന് പറഞ്ഞാണ് 62 സൂനഹദോസ് തുടങ്ങുന്നത്. 62 തുടങ്ങിയ സൂനഹദോസ് 65 അവസാനിച്ചു. 65 അവസാനിക്കുന്ന സൂനഹദോസിന്റെ അവസാനത്തെ സെഷനിലാണ് നമുക്ക് ഇനി തൊട്ട് മെത്രാന്മാരെല്ലാവരും ആവശ്യപ്പെട്ടതാണ്, ഇത് പണ്ടുണ്ടായിരുന്ന പോലെ ഒരു കുറച്ച് സിനഡുകളൊക്കെ നമുക്ക് വേണ്ടേ എന്നുള്ള ചോദ്യത്തിന്റെ പശ്ചാത്തലത്തിലാണ് പോൾ 6 മാർപ്പാപ്പ സിനഡ് ഓഫ് ബിഷപ്സ് എന്ന് പറയുന്ന സ്ഥാപനം വീണ്ടും തിരിച്ച് ഒരു കാനോനികമായിട്ടൊക്കെ കൊണ്ടുവന്നത്. അതിന് നിയമാവലി ഉണ്ടായിരുന്നു. അതിന്റെ പേര് ലത്തീനിലെ ഓർദോ സീനോദി എന്നാണ് പറയുന്നത്. അപ്പൊ ഓർദോ സീനോദിയിൽ കൃത്യമായ നിയമങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഓർദോ സീനോദി അനുസരിച്ച് സിനഡിൽ വോട്ട് ചെയ്യാൻ അവകാശം മേൽപ്പെട്ടക്കാർക്ക് മാത്രമാണ്, വേറെ ആരുമില്ല. സിനഡിൽ പങ്കെടുക്കാനുള്ള അവകാശം മേൽപ്പെട്ടക്കാർക്ക് മാത്രമാണ്, വേറെ ആർക്കും ഇല്ല. പക്ഷെ ഈ ഓർദോ സീനോദിയെ ബെനഡിക്ട് മാർപ്പാപ്പ തിരുത്തി. പക്ഷെ ഏറ്റവും കൂടുതൽ ഓർദോ സീനോദിയെ തിരുത്തിയത് ഫ്രാൻസിസ് മാർപ്പാപ്പയാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പ തിരുത്തിയിട്ട് പറഞ്ഞു, അൽമായരുമായി ബന്ധപ്പെട്ട ഒരു വിഷയം ചർച്ച ചെയ്യുമ്പോൾ ഈ സിനഡിൽ അൽമായരില്ലാതെ എങ്ങനെ നമുക്ക് ചർച്ച ചെയ്യാൻ പറ്റും? അതുകൊണ്ട് പ്രതിനിധികൾ വരട്ടെ എന്ന് പറഞ്ഞ് ഓർദോ സീനോദി കറക്റ്റ് ചെയ്തു. ഇനി ഇതിനകത്ത് കുറെ സിസ്റ്റർമാരെ കാണുന്നുണ്ട്, അവർക്ക് സന്തോഷം ഉണ്ടാകുന്ന അതുകൊണ്ട് അൽമായരുടെ കാര്യം ഉറപ്പായേ. പിന്നെ മാർപ്പാപ്പ പറഞ്ഞത്, മാർപ്പാപ്പ ചെയ്ത ഒരു കാര്യം, 3 വർഷം മുമ്പ് സിനഡിന്റെ അണ്ടർ സെക്രട്ടറി ആയിട്ട് എന്ന് പറഞ്ഞാൽ സെക്രട്ടറി തന്നെയാണ്, ഒരു സിസ്റ്ററിനെ അപ്പോയിന്റ് ചെയ്തു. ഫ്രാൻസിൽ നിന്നുള്ള നതാലി എന്ന് പറയുന്ന ഒരു സിസ്റ്ററിനെ. ഈ നതാലി എന്ന് പറയുന്ന സിസ്റ്റർ സിനഡിന്റെ അണ്ടർ സെക്രട്ടറി ആയി. ഓർദോ സീനോദി അനുസരിച്ച് സിനഡിന്റെ അണ്ടർ സെക്രട്ടറിക്ക് സിനഡിൽ വോട്ട് ചെയ്യാം എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് കത്തോലിക്ക സഭയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു സിനഡിൽ വോട്ട് ചെയ്യാൻ പോകുന്നത് ഒരു സ്ത്രീയാണ്. അടുത്ത കൊല്ലം 2023 സിനഡിൽ വോട്ട് ചെയ്യാൻ പോകുന്ന ഒരു സ്ത്രീയാണ്. നിയമം മാറ്റി ഓർദോ സീനോദി കറക്റ്റ് ചെയ്തു, ഓർദോ സീനോദിയെ മോഡിഫൈ ചെയ്തു മാർപ്പാപ്പ. ഇനി അൽമായരുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പ്രാതിനിധ്യ സ്വഭാവത്തോടുകൂടെയുള്ള അൽമായർ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും സിനഡിൽ പങ്കെടുക്കണം എന്നുള്ള കാനലോയും അദ്ദേഹം രൂപീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ലിസി ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം ഇതാണ്, ഭാവിയിൽ അൽമായർ ഭാവിയിൽ നിന്നല്ല അടുത്ത കൊല്ലം മുതലുള്ള സിനഡുകളിൽ അൽമായർ തീർച്ചയായും സിനഡിൽ പങ്കെടുക്കും. താങ്ക് യു വെരി മച്ച് അച്ഛാ. താങ്ക് യു. ഞാൻ ഒരു ചോദ്യം കൂടെ ചോദിച്ചോട്ടെ? തീർച്ചയായും ചോദിച്ചോളൂ. 1870 ഫസ്റ്റ് വത്തിക്കാൻ കൗൺസിൽ കൂടുന്നത്. അതെ. അപ്പൊ അതിനു മുമ്പുള്ള സമയത്ത് സിനഡൽ ആയിട്ടുള്ള മീറ്റിങ്ങുകളൊന്നും ഇല്ലായിരുന്നു എന്നാണോ പറയുന്നത്? ഉണ്ടായിരുന്നു, വളരെ കുറവായിരുന്നു അച്ഛാ. അത് കാരണം അതിനു മുമ്പുണ്ടായിരുന്ന സിനഡ് എക്യുമെനിക്കൽ സൂനഹദോസ്. ഇനി സൂനഹദോസ് എന്ന് പറയുന്ന വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. സൂനഹദോസ് എന്ന് പറയുന്ന വാക്ക് ഉണ്ടാകുന്നത് ഗ്രീക്ക് വാക്കിൽ നിന്നാണ്. ഗ്രീക്ക് വാക്കിലെ 2 പദങ്ങളാണ് സ്വിൻ ആൻഡ് ഓദോസ്. സിൻ എന്ന് പറഞ്ഞാൽ SYN, അതൊരു പ്രിപ്പോസിഷൻ ആണ്. അതിന്റെ അർത്ഥം വിത്ത് എന്നാണ്, കൂടെ. സിൻ എന്ന് പറഞ്ഞാൽ കൂടെ. ഓദോസ് ODOS എന്ന ഗ്രീക്ക് വാക്കിന്റെ അർത്ഥം വഴി എന്നാണ്, റോഡ്, ജേർണി എന്നൊക്കെ പറയുന്നത്. അപ്പൊ സിൻ ഓദോസ് എന്ന് പറഞ്ഞാൽ ഒരുമിച്ചുള്ള യാത്ര, ഒരുമിച്ചുള്ള ഒരു സഞ്ചാരം, സഹയാത്രികമാവുക എന്നുള്ളതൊക്കെയാണ് അതിന്റെ ആശയം. സിനോദോസ് എന്ന ഗ്രീക്ക് വാക്കിന്റെ അർത്ഥം ഒരുമിച്ചുള്ള യാത്ര എന്നാണ്. ഈ സിനോദോസ് എന്ന വാക്കാണ് പിന്നീട് സ്യൂനോദോസ് എന്ന ഗ്രീക്ക് വാക്കാണ്
സീനോദോസ് എന്ന് ലത്തീനിലേക്ക് വരുന്നത്, സൂനഹദോസ് എന്ന് സുറിയാനി ഭാഷയിലേക്ക് വരുന്നത്. അതായത് ഗ്രീക്ക് ഭാഷയിലെ ഇതും സൂനഹദോസ് എന്നുള്ളതും സെമാൻറ്റിക് ഭാഷാപരമായ ഒരേ ഉറവിടം തന്നെയാണ്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. സൂനഹദോസ് എന്ന് ഉച്ചരിക്കുന്നതും സ്യൂനോദോസ് എന്ന് ഉച്ചരിക്കുന്നതും ഏതാണ്ട് ഒരുപോലെയാണ്. എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഭാഷാപരമായ റൂട്ട് ഒന്നാണ്. ഓക്കെ, അച്ഛൻ പറഞ്ഞത് ഒന്നാം വത്തിക്കാൻ കൗൺസിലിന് മുമ്പ് 1870 മുൻപ് കൂടിയ സൂനഹദോസ് എന്ന് പറയുന്നത് ട്രെൻഡ് സൂനഹദോസ് ആണ്. ട്രെൻഡ് സൂനഹദോസ് കഴിഞ്ഞിട്ട് 300 വർഷം കഴിഞ്ഞിട്ടാണ് 300 വർഷം കഴിഞ്ഞിട്ടാണ് ഒരു എക്യുമെനിക്കൽ സൂനഹദോസ് കൂടുന്നത്. ഇനി ഈ 300 വർഷം എന്ത് സംഭവിച്ചു എന്നുള്ളത് വളരെ കൗതുകകരമാണ്. ഈ 300 വർഷം സിനഡുകൾ ഇല്ലായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിനഡുകൾ ഉണ്ടായിരുന്നു. പക്ഷേ സിനഡുകൾ വളരെ ചുരുക്കമേ ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ളത് ശരിയാണ്. പക്ഷെ എല്ലാ സിനഡുകളെയും കർശനമായി നിരീക്ഷിക്കപ്പെട്ടു. രൂപതയിലെ സിനഡുകൾ നടന്നപ്പം ആ സിനഡുകളുടെ മിനിറ്റ്സ് ബുക്ക് അടക്കം സെൻട്രലൈസ്ഡ് സംവിധാനം ഉണ്ടായിരുന്ന രൂപപ്പെട്ട റോമിലെ വത്തിക്കാൻ കുരിയിലേക്ക് അയച്ചു കൊടുക്കണം. അവര് ഓരോ അക്ഷരവും വാക്കും നോക്കി പഠിച്ച് അതിനെ സൂക്ഷ്മ വിചാരണയ്ക്ക് വിധേയമാക്കിയിട്ടാണ് ഓരോ സിനഡുകളെയും നോക്കിക്കൊണ്ടിരുന്നത്. അങ്ങനെ ഒരു 2 സിനഡ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരുമാതിരിപ്പെട്ട മെത്രാന്മാരെല്ലാം മടുത്ത് സിനഡുകളെല്ലാം ഏതാണ്ട് അവസാനിപ്പിച്ചു. ഇതായിരുന്നു അവസ്ഥ. കാരണം ഒന്നാം വത്തിക്കാൻ കൗൺസിൽ ആയപ്പോഴത്തേക്കും രൂക്ഷമായി സംവിധാനങ്ങളും കാര്യങ്ങളും. കാരണം ഒന്നാം വത്തിക്കാൻ കൗൺസിൽ വിളിച്ചു കൂട്ടുന്നത് പിയോ നോനോ, അതായത് 9ാമൻ, പയസ് 9ാമൻ പാപ്പയാണ്. പയസ് 9ാമൻ പാപ്പ സിനഡൽ സംവിധാനങ്ങളെ ഒരു തരത്തിലും പ്രോത്സാഹിപ്പിച്ചിരുന്നില്ല. യൂറോപ്പിലെ പ്രത്യേകമായ ചരിത്ര പശ്ചാത്തലത്തിന്റെയും കൂടെ ഇതില് അദ്ദേഹം മറ്റൊരു ഭരണ സംവിധാനത്തെ പ്രോത്സാഹിപ്പിച്ചേയില്ല. എല്ലാത്തിനെയും അദ്ദേഹം നിശബ്ദമാക്കി. പകരം റോമ കേന്ദ്രമാക്കി, മാർപ്പാപ്പയെ കേന്ദ്രമാക്കിയുള്ള ഒരു ശുശ്രൂഷയ്ക്കാണ് അദ്ദേഹം പ്രാധാന്യം കൊടുത്തത്. അതൊരു വലിയ പ്രശ്നമായിരുന്നു കത്തോലിക്ക സഭയെ സംബന്ധിച്ച്. ഇനി ട്രെൻഡ് കൗൺസിൽ നിങ്ങൾ ഓർക്കണം, ട്രെൻഡ് കൗൺസിൽ കൂടുന്നത് തന്നെ മാർട്ടിൻ ലൂതർ ഉയർത്തിവിട്ട നവീകരണ കൊടുങ്കാറ്റിന്റെ പശ്ചാത്തലത്തിലാണ് ട്രെൻഡ് കൗൺസിൽ കൂടുന്നത്. എന്ന് പറഞ്ഞാൽ 1056 പൗരസ്ത്യ ഓർത്തഡോക്സ് സഭകളുമായിട്ടുണ്ടായിരുന്ന ഒരു പിളർപ്പിന് ശേഷം പിന്നീട് 500 കൊല്ലം കഴിഞ്ഞിട്ടാണ് യൂറോപ്പിലെ സഭ, ക്രൈസ്തവ സഭ രണ്ടായത്. എന്ന് പറഞ്ഞാൽ യൂറോപ്പിലാണ് ക്രൈസ്തവ സഭ ഏറ്റവും വേരോടിയിരുന്ന സ്ഥലമാണ്. ജർമ്മനിയൊക്കെ ഏറ്റവും വേരോടിയിരുന്ന സ്ഥലം. ആ ജർമ്മനിയിലാണ് സഭ പിളർന്നത്. അതോടുകൂടെ കത്തോലിക്ക സഭയ്ക്ക്, പ്രത്യേകിച്ച് മാർപ്പാപ്പയ്ക്കും മറ്റെല്ലാവർക്കും ശരിക്കും പേടിയായിപ്പോയി. എന്ന് പറഞ്ഞാല് ഇനിയും ഇങ്ങനെ നമ്മൾ മുന്നോട്ട് പോയാൽ ഇനിയും പിളരുമോ തകരുമോ എന്നൊരു ഭയം വന്നോടുകൂടെ എല്ലാത്തിനെയും ഭയങ്കരമായ സൂക്ഷ്മമായ കർശനമായ ഒരു നിരീക്ഷണത്തിനും കർശനമായ മേൽനോട്ടം, അതിനകത്ത് ചെറിയൊരു പ്രശ്നം പറ്റി. ഒരു സംശയം കൂടെ. ഈ പൗരസ്ത്യ സഭയില്, അതായത് ഓർത്തഡോക്സ് സഭയില് അവര് ട്രിനിറ്റേറിയൻ രീതിയിലാണോ ഇപ്പോൾ പോകുന്നത്? യെസ്, പൗരസ്ത്യ സഭകൾ, അതായത് ഓർത്തഡോക്സ് സഭകള് ട്രിനിറ്റേറിയൻ, അതായത് അന്ന് ഉണ്ടായിരുന്ന ആ സംവിധാനം അതേപടി അവര് തുടരുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനം പരിശുദ്ധ തൃത്വമാണ്. അവർക്കിപ്പൊ അങ്ങനെ തന്നെയാണ്. നമുക്ക് അതെ. കത്തോലിക്ക സഭ നഷ്ടപ്പെട്ടു. അവർക്കിപ്പോഴും മേൽപ്പെട്ട ശുശ്രൂഷയെ കേന്ദ്രമാക്കിയാണല്ലോ അവരുടെ അധികാര സംവിധാനങ്ങളൊക്കെ. പാത്രിയാർക്കീസ് ഉണ്ടെങ്കിലും പാത്രിയാർക്കീസിന് വലിയ കാര്യമായ റോള് പ്രാദേശിക രൂപതകളിൽ ഇല്ല. ഓരോ പ്രാദേശിക മേൽപ്പെട്ടക്കാരനും ഒരു പരിധി വരെ ഓട്ടോണമസ് ആണ്. സ്വയാധികാര സഭ, അങ്ങനെയല്ലേ പറയുന്നത്, സ്വയാധികാരമുണ്ട്. അപ്പൊ ആ ഒരു സ്വയാധികാര സ്വഭാവം പൗരസ്ത്യ സഭകൾ നിലനിർത്തി. പക്ഷെ ഈ ലത്തീൻ കത്തോലിക്ക സഭയിലെ രൂപതകൾക്കുണ്ടായിരുന്ന സ്വയാധികാര സ്വഭാവം ഇല്ലാതാക്കി. ഇതിനകത്ത് ഏറ്റവും പ്രശ്നം വന്നത് അൽമായര് വല്ലാതെ നിശബ്ദരാക്കപ്പെട്ടു എന്നുള്ളതാണ്. കറക്റ്റ്. താങ്ക് യു അച്ഛാ. ഓക്കെ. ഹലോ, ഇത് ബോംബെ നിന്നാണ്. പക്ഷെ ഇങ്ങനെ ഒരു സഭ, ഈ ഒരു സംവിധാനം ഇങ്ങനെ ഇരുന്നത് കൊണ്ടല്ലേ ഈ 2000 വർഷമായിട്ട് അഭംഗുരം നമ്മുടെ സഭ പിളരാതെ എന്ന് പറഞ്ഞാൽ ഇത്രയും വലിയൊരു സഭയ്ക്ക് ഒരു കുഴപ്പവും ഇല്ലാതെ മുന്നോട്ട് പോകാൻ കാരണം ഇങ്ങനെ ഒരു ഭരണ സംവിധാനവും കൂടിയല്ലേ?
അതായത് നമ്മളിപ്പോ ഇപ്പോഴത്തെ പറഞ്ഞതിന്റെ അർത്ഥം, രീതിയിൽ. നമ്മൾ ഇത്രയും നേരം പറഞ്ഞതിന്റെ അർത്ഥം സഭയ്ക്ക് കേന്ദ്രീകൃത ഭരണ സംവിധാനങ്ങൾ വേണ്ട എന്നല്ല. സഭയ്ക്ക് കേന്ദ്രീകൃത ഭരണ സംവിധാനങ്ങൾ വേണം. അതിന്റെ തീവ്ര വ്യാഖ്യാനങ്ങളാണ് പ്രശ്നം ഉണ്ടാക്കിയത്. തീവ്ര വ്യാഖ്യാനങ്ങൾ, തീവ്ര സ്വഭാവത്തോടുകൂടെയുള്ള സമീപനങ്ങളാണ് പ്രശ്നം ഉണ്ടാക്കിയത്. ആദിമ സഭയില് മാർപ്പാപ്പ ഉണ്ടായിരുന്നു, മാർപ്പാപ്പ ഇല്ലാതിരുന്നിട്ടൊന്നുമില്ല. പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ മാർപ്പാപ്പ ഇടപെടുമായിരുന്നു. അതാണ് സംഭവിച്ചുകൊണ്ടിരുന്നത്. അതായത് 9-ാം നൂറ്റാണ്ട് വരെ സംഭവിച്ച കാര്യമാണ് ഈ പറയുന്നത്. 2-ാം നൂറ്റാണ്ട് മുതൽ 9-ാം നൂറ്റാണ്ട് വരെ സഭയിൽ സംഭവിച്ചതാണ്. മാർപ്പാപ്പ ഉണ്ടായിരുന്നു. എപ്പോഴൊക്കെ എവിടെയൊക്കെ പ്രശ്നങ്ങളും ചർച്ചകളും പ്രാദേശിക തലത്തിലും ഒരു റീജിയണൽ തലത്തിലും നാഷണൽ തലത്തിലും എപ്പോഴാണോ ദേശീയ തലത്തിലും ഒക്കെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാൻ പറ്റാതെ വന്നപ്പോൾ എല്ലാം റോമിലെ മെത്രാൻ ഇടപെടുമായിരുന്നു. അന്ന് പറയുന്നത് മാർപ്പാപ്പ എന്നല്ല, റോമിലെ മെത്രാൻ എന്നാണ്. അത് കാരണം റോമിന്റെ മെത്രാൻ എന്ന് പറയുന്നത് പത്രോസിന്റെ പിൻഗാമിയാണ്. അപ്പൊ റോമിലെ മെത്രാൻ ഇടപെടുമായിരുന്നോ എന്നൊരു ചോദ്യമുണ്ട്. ഇടപെടുമായിരുന്നു. പ്രാദേശിക തലത്തിലും ദേശീയ തലത്തിലും പരിഹരിക്കപ്പെടാത്ത പ്രശ്നങ്ങൾക്ക് റോമിലെ മെത്രാനാണ് അവസാന വാക്ക് പറഞ്ഞുകൊണ്ടിരുന്നത്. അവസാന വാക്ക് അദ്ദേഹത്തിൻ്റെതായിരുന്നു. അദ്ദേഹം ഒരു വിഷയത്തിൽ അവസാന വാക്ക് പറഞ്ഞാൽ അത് പറഞ്ഞതാണ്. സാധാരണ ഗതി പറയല. പിന്നെ റോമിലെ പാത്രിയാർക്കീസ് ആണ് അദ്ദേഹം. റോമിലെ പാത്രിയാർക്കീസ് എന്ന് പറഞ്ഞ പോലെ തന്നെ വേറെ 4 പാത്രിയാർക്കേറ്റുകളും കൂടെ ഉണ്ടായിരുന്നു. പെൻറ്റാർക്കി എന്നുള്ളതായിരുന്നു 8-ാം നൂറ്റാണ്ട് വരെ സഭാ ഭരണ സംവിധാനം തുടർന്നുകൊണ്ട് വന്നുകൊണ്ടിരുന്നത്. പെൻറ്റാർക്കി എന്ന് പറഞ്ഞാൽ 5. ഏറ്റവും ആദ്യത്തേത് പൗരസ്ത്യ സഭയിലാന്ന് ഓർക്കണം. ഏറ്റവും ആദ്യത്തെ പെൻറ്റാർക്കിയിലെ ഏറ്റവും ആദ്യം ഉണ്ടായിരുന്നത് അലക്സാണ്ട്രിയ പൗരസ്ത്യ സഭയാണ്. പൗരസ്ത്യ സഭയിലെ പാത്രിയാർക്കേറ്റാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം ഉണ്ടായിരുന്നത്. പിന്നീട് റോം, കോൺസ്റ്റാന്റിനോപ്പിൾ, ജെറുസലേം, അന്ത്യോക്യ, ഇങ്ങനെ 5 പെൻറ്റാർക്കി. ഈ 5 പെൻറ്റാർക്കിയിൽ ഓരോ പാത്രിയാർക്കീസ് വീതമുണ്ട്. ഓരോ പാത്രിയാർക്കീസും ഇൻഡിപെൻഡന്റ് ആണ്. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ വലിയ ചർച്ചകളൊന്നുമില്ല. ഒരാളെ ഭരിക്കാൻ പോവുകയല്ല. ഓരോരുത്തരും അവരവരുടെ ഓട്ടോണമസ് ആയിട്ടുള്ള അവരുടെ ആ ഒരു ജൂറിസ്ഡിക്ഷനെയും അധികാരത്തെയും റെസ്പെക്ട് ചെയ്യുമായിരുന്നു. പോരാ, ഒരു പാത്രിയാർക്കീസ്, ഉദാഹരണത്തിന് കോൺസ്റ്റാന്റിനോപ്പിളിലെ പാത്രിയാർക്കീസ് മാറി പുതിയൊരു പാത്രിയാർക്കീസിനെ അവിടെ സിനഡ് തെരഞ്ഞെടുത്താൽ അദ്ദേഹം ഉടൻ തന്നെ മറ്റ് 4 പാത്രിയാർക്കീസ്മാർക്കും കത്തെഴുതും. ഞാൻ ഇങ്ങനെ കോൺസ്റ്റാന്റിനോപ്പിളിൽ പാത്രിയാർക്കീസ് ആയിട്ട് എന്നെ തെരഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ എന്ന് പറഞ്ഞ് നിങ്ങളുടെ കൂട്ടായ്മ, നിങ്ങളോടുള്ള കമ്മ്യൂണിയൻ ഞാൻ ഇതാ ഡിക്ലെയർ ചെയ്യുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു എന്ന് പറഞ്ഞ് കത്തയക്കും. ആ കത്ത് സ്വീകരിക്കുമ്പം ബാക്കി 4 പാത്രിയാർക്കീസ്മാരും അയാളുടെ പേര് കുർബാന പുസ്തകത്തിൽ, തക്സ പുസ്തകത്തിൽ, മിസാലിൽ എഴുതും. എന്നിട്ട് കുർബാനയ്ക്കിടയ്ക്ക് ഇവരുടെ പേര് പറയും. അപ്പൊ അങ്ങനെയാണ് കുർബാനയ്ക്കിടയ്ക്ക് പേര് പറയുന്നിടത്താണ് കൂട്ടായ്മ. ഇങ്ങനെയായിരുന്നു ആദിമ സഭയിൽ 5 പെൻറ്റാർക്കി സംവിധാനത്തിൽ കേന്ദ്രമാക്കി സഭാ ഭരണ സംവിധാനങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് കേന്ദ്രീകൃതമായിരുന്നു ആദിമ സഭാഭരണ ഘടനകൾ. അതുകൊണ്ട് കേന്ദ്രീകൃതം തന്നെയായിരുന്നു. പക്ഷേ അതിന്റെ തീവ്രമായ സമീപനങ്ങളില്ലായിരുന്നു. ഉദാഹരണത്തിന് നിങ്ങൾ ഓർക്കണം, കേന്ദ്രീകൃത ഭരണ സംവിധാനം അതിന്റെ എക്സ്ട്രീം പൊസിഷനിൽ എത്തിയപ്പോ ഒരു രൂപതയിലെ ഒരു കാര്യം എന്ത് ചെയ്യണമെന്ന് മോളിന്ന് പറയണം. ആ അവസ്ഥയെത്തി. അത്രയ്ക്ക് രൂക്ഷമായ കാര്യങ്ങൾ. അതുകൊണ്ട് ഒരു വാചകം തന്നെ 2-ാം വത്തിക്കാൻ കൗൺസിലിൽ രൂപപ്പെട്ടു. മെത്രാമാർ ഒന്നടങ്കം 2-ാം വത്തിക്കാൻ കൗൺസിലിൽ ചെന്നിട്ട് പറഞ്ഞു, വി ആർ നോട്ട് സ്കൂൾ ചിൽഡ്രൻ. ഞങ്ങൾ സ്കൂൾ പിള്ളേരല്ല. നിങ്ങൾ ഞങ്ങളെ അങ്ങനെ കാണണ്ട. മാർപ്പാപ്പ ആരാണേലും ഞങ്ങളെ അങ്ങനെ കാണരുത്. ഞങ്ങൾ സ്കൂൾ പിള്ളേരല്ല, ഞങ്ങള് മേൽപ്പട്ടക്കാരാണ്, ഞങ്ങളുടെ പ്രാദേശിക സഭാ തലവന്മാരാണ് ഞങ്ങള്. അതുകൊണ്ട് കേന്ദ്രീകൃത ഭരണ സംവിധാനമൊക്കെ നമുക്ക് വേണം, വേണ്ടെന്നല്ല. പക്ഷേ മേൽപ്പെട്ട ശുശ്രൂഷയെ, അതായത് അപ്പസ്തോലന്മാരുടെ പിൻഗാമികളാണ് മേൽപ്പെട്ടക്കാര്. ഞങ്ങളുടെ മേൽപ്പെട്ട ശുശ്രൂഷയെ ഇല്ലാതാക്കി കളയുന്ന രീതിയിലുള്ള കേന്ദ്രീകൃത ഭരണ സംവിധാനങ്ങൾ വേണ്ട. Father. വെൽക്കം.